ഇതിന്റെ ഇടയിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ടോ എങ്ങനെയായാലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് CN ഹലോ നീലിമ. കണ്ടിന്യൂ ചെയ്തോളൂ ഡോക്ടറെ. ആദ്യം അൺമ്യൂട്ട് ആയതാന്ന് തോന്നുന്നു. ഓക്കെ. ഓക്കെ. ശരി. അപ്പം നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിനും സ്പൈനൽ കോഡും ഇൻക്ലൂഡ് ആയിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുക. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ബ്രെയിനും സ്പൈനൽ കോഡുമാണ് CNS ഉള്ളത്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മുടെ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലാണ് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഇങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ വരുന്നത്. ഇനി നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ഇൻഡെപ്തിലേക്ക് നമ്മൾ പോകണില്ല. ഹെഡ് ഏക്ക് കവർ ചെയ്യുന്നുണ്ട്, സീഷേഴ്സ് ആൻഡ് എപ്പിലെപ്സി, സ്ട്രോക്ക്, മെനിഞ്ചൈറ്റിസ്, വേരിയസ് ഗേറ്റ്, അഫേഷ്യ, ട്രമറിന്റെ കൂടെ പാർക്കിൻസോണിസം, നമ്മുടെ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഉള്ള ഹണ്ടിങ്സൺ ഡിസീസ്, ദെൻ ഡിമെൻഷ്യ, മൈസ്തീനിയ ഗ്രാവിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, MND മോട്ടോർ ന്യൂറോൺ ഡിസീസ്, UMN LMN ലീഷൻ എന്താണ്, ഡിസീസ് സ്പൈനൽ കോഡ്, പിന്നെ കുറച്ച് ഇൻഫെക്റ്റീവ് കോസസും അങ്ങനെ കുറച്ച് ചെറിയ ടോപ്പിക്സ് ഇനി വരുന്നുണ്ട്. ഫേഷ്യൽ നെർവ് പാൽസി, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ടോപ്പിക് നമുക്ക് അധികം തല ഉപയോഗിക്കാത്ത കുറച്ച് ടോപ്പിക്സുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റത്തേതാണ് ഹെഡ് ഏക്ക്. അപ്പൊ ഹെഡ് ഏക്ക് എന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഹെഡ് ഏക്കിൽ അത് പ്രൈമറി ഹെഡ് ഏക്കും ഉണ്ട്, സെക്കൻഡറി ഹെഡ് ഏക്കും ഉണ്ട്. അപ്പൊ പ്രൈമറി ഹെഡ് ഏക്ക് എപ്പോഴും എന്ത് പ്രൈമറി കോസസ് വരുമ്പോഴും പ്രൈമറി ഹെഡ് ഏക്കിന് അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ലാത്ത കോസസ് ആണ് പ്രൈമറി പറയുന്നത്. സെക്കൻഡറി ഹെഡ് ഏക്കിന് എപ്പോഴും ഒരു കോസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് സ്ട്രക്ചറൽ കോസസ് ആവാം, ഇൻഫെക്റ്റീവ് കോസസ്, ഇപ്പൊ ബ്രെയിൻ അഫക്ട് ചെയ്യുന്ന എൻസഫലൈറ്റിസ് അങ്ങനെ ഇൻഫെക്റ്റീവ് കോസസ് കാരണമാവാം, ഇൻഫ്ലമേറ്ററി കോസസ് ഇപ്പൊ മെനിഞ്ചൈറ്റിസ് അങ്ങനെ ഇൻഫ്ലമേറ്ററി കോസസ് കാരണമാവാം, വാസ്കുലാർ കണ്ടീഷൻസ്, അരക്കിനോയിഡ് ഗ്രാനുലേഷൻസ് അങ്ങനെ വാസ്കുലാർ കണ്ടീഷൻ, സബ് അരക്കിനോയിഡ് ഹെമറേജ് വല്ലതും വന്നിട്ട് തണ്ടർ ക്ലാപ്പ് ഹെഡ് ഏക്ക്, അത്രയും സിവിയർ ഹെഡ് ഏക്ക് ആണ് ഈ സബ് അരക്കിനോയിഡ് ഹെമറേജസിലൊക്കെ കാണാം. അപ്പൊ ഇതൊക്കെയാണ് സെക്കൻഡറി കോസസ് ഓഫ് ഹെഡ് ഏക്ക്. അപ്പൊ ഇത് KVKയിലുള്ള ചിത്രമല്ല KVKയിലുള്ള ടേബിളാണ്. ഫസ്റ്റ് പ്രൈമറി ഹെഡ് ഏക്കിൽ ടെൻഷൻ ഹെഡ് ഏക്ക് പ്രൈമറി ഹെഡ് ഏക്കാണ്, മൈഗ്രെയിന്, എക്സേഷണൽ, ക്ലസ്റ്റർ. ഇത് എന്തിനാ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൈമറി ഹെഡ് ഏക്കാണോ സെക്കൻഡറി ഹെഡ് ഏക്കാണോ എന്ന് ചോദിക്കാം. സെക്കൻഡറി ഹെഡ് ഏക്കിന് സിസ്റ്റമിക് ഇൻഫെക്ഷൻസ് കാരണം, ഹെഡ് ഇഞ്ചുറി, വാസ്കുലാർ കോസസ്, സബരക്കിനോയിഡ് ഹെമറേജിൽ കാണുന്ന ഹെഡ് ഏക്കാണ് തണ്ടർ ക്ലാപ്പ് ഹെഡ് ഏക്ക്. അത്രയും സിവിയർ ഹെഡ് ഏക്ക് ആയിരിക്കും. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്നതാണ്. പിന്നെ ബ്രെയിൻ ട്യൂമേഴ്സ് കാരണം ഹെഡ് ഏക്ക് വരാം. ഇതാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹെഡ് ഏക്സിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്കിലേക്ക് പോവുകയാണ്. അപ്പൊ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് എന്ത് ടൈപ്പ് ഓഫ് ഹെഡ് ഏക്കാ? ഒരു പ്രൈമറി ഹെഡ് ഏക്ക് ആണ് ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ അസേഷൻ റീസണിങ് ട്രെൻഡ് അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ഈസ് മൈഗ്രെയിൻ. അപ്പൊ നമ്മൾക്കൊരു കൺഫ്യൂഷൻ വരും, കാരണം നമ്മൾ മൈഗ്രെയിൻ അല്ലേ കോമൺ ആയിട്ട് കാണുന്നത്, പക്ഷേ ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്. അപ്പൊ ടെൻഷൻ എന്ന് പറഞ്ഞ വേർഡ് തന്നെ നിങ്ങൾക്ക് അതിന്റെ എങ്ങനെയാണ് അതിന്റെ സെൻസേഷൻ എന്ന് മനസ്സിലാവും. എന്നുവെച്ചാൽ ഒരു ഡള്ളായിട്ട് ടൈറ്റ്, ഒരു നമ്മളെ തലയിൽ എന്തോ കയറ് കെട്ടി വെച്ച പോലത്തെ ഒരു സെൻസേഷൻ ആണ് ഉണ്ടാവുക. തല മൊത്തത്തിൽ വരാം, അല്ലെങ്കിൽ നമ്മൾ പ്രഷർ അറ്റ് ദ വർട്ടെക്സിൽ വരുന്ന പോലത്തെ ഹെഡ് ഏക്സ് ആയിരിക്കും നമുക്ക് ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക്. ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു പ്രഷർ എന്നുള്ള മീനിങ് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി, അപ്പൊ അതിന്റെ ക്യാരക്ടർ കിട്ടും. ഇനി ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് പഠിക്കുമ്പോഴും അതിന്റെ നെഗറ്റീവ്, നോട്ട് അസോസിയേറ്റഡ് വിത്ത് വോമിറ്റിംഗ് ഓർ ഫോട്ടോഫോബിയ, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം മൈഗ്രെയിനുമായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈഗ്രെയിൻ എല്ലാം വോമിറ്റിങ്ങും ഫോണോഫോബിയ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ടെൻഷൻ ഹെഡ് ഏക്കിൽ നോട്ട് അസോസിയേറ്റഡ് വിത്ത് വോമിറ്റിങ്ങോ ഫോട്ടോഫോബിയോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ടെൻഷൻ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ കിട്ടും. ഇമോഷണൽ സ്ട്രെസ് കാരണോ അല്ലെങ്കിൽ ഫറ്റീഗ് കാരണോ, നോയിസ്, ഗ്ലെയർ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ടെൻഷൻ ഹെഡ് ഏക്ക് വരുന്നത്. അപ്പൊ ഇത്രയാണ് ടെൻഷൻ ഹെഡ് ഏക്കിലുള്ളൂ. ഇതിൽ ഇമ്പോർട്ടന്റ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആണ്. ഇത് നോട്ട് അസോസിയേറ്റഡ് വിത്ത് വോമിറ്റിങ്ങോ ഫോട്ടോഫോബിയോ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് അല്ല വരുന്നത്. ഇനി അടുത്തതാണ് മൈഗ്രെയിൻ.
മൈഗ്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മോസ്റ്റ് കോമൺ ഫോം ഓഫ് വാസ്കുലർ ഹെഡേക്സിൽ വരുന്ന, കാരണം മൈഗ്രെയിൻ്റെ പാത്തോളജി എന്താണ്, അതെങ്ങനെ വരുന്നതെന്ന് കറക്റ്റ് കുറേ തിയറീസ് വരുന്നുണ്ടെന്നല്ലാണ്ട് അതിൻ്റെ കാരണങ്ങൾ പറയുന്നില്ല. അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു വാസോ കൺസ്ട്രക്ഷനോ ഹോസോ ഡയലറ്റേഷനോ ഒക്കെ കാരണമായിരിക്കാം മൈഗ്രെയിൻ വന്നേക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു മോസ്റ്റ് കോമൺ ഫോം ഓഫ് വാസ്കുലർ ഹെഡേക്ക്. അപ്പോൾ വാസ്കുലർ ഹെഡേക്കിൻ്റെ മോസ്റ്റ് കോമൺ ഫോമാണ് ഈ മൈഗ്രെയിൻ എന്ന് വെച്ചാൽ. അപ്പോൾ കോമൺ ടൈപ്പ് ഓഫ് ഹെഡേക്ക് ചോദിച്ചാൽ ടെൻഷനും, മോസ്റ്റ് കോമൺ ഫോം ഓഫ് വാസ്കുലർ ഹെഡേക്ക് എന്ന് ചോദിച്ചാൽ മൈഗ്രെയിനുമാണ് എഴുതേണ്ടത്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര റിലവൻ്റ് ആയിട്ട് ഞാനിങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അസേഷൻ റീസണിങ് ആകുമ്പോൾ സെൻറ്റൻസസ് തരും, അപ്പം നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇനി മൈഗ്രെയിൻ, നമ്മൾ മൈഗ്രെയിനും വിത്ത് ഓറ വിത്തൗട്ട് ഓറ. ഓറ പറയുമ്പോഴത്തേക്ക് നമുക്ക് വിഷ്വൽ ഓറയുണ്ട്, ഓഡിറ്ററി ഓറാസുകളുണ്ട്. അപ്പോൾ ഓറ എന്ന് പറഞ്ഞ ഒരു ന്യൂറോളജിക്കൽ സിംറ്റാണ്. അപ്പോൾ മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ, നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് മൈഗ്രെയിൻ വരുമ്പോൾ ഈ ഓറകളൊന്നും ഉണ്ടാവില്ല, അധികം തലവേദന തന്നെയായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ മൈഗ്രെയിന് വിത്തൗട്ട് ഓറയും ക്ലാസിക്കൽ മൈഗ്രെയിൻ ആണ് വിത്ത് ഓറ. ഇത് പണ്ടത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ കോമൺ മൈഗ്രെയിൻ എന്നായിരുന്നു പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ കോമൺ ആണ്. കോമൺ ആയിട്ടുള്ളതിന് ഓറയൊന്നും ഇല്ല, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓറ എന്താ? ഓറൽ വിഷ്വൽ ആയിട്ട് ഒരു ന്യൂറോളജിക്കൽ സിംറ്റം ആണ് ഓറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ എന്തുണ്ടാവും? നമ്മൾ ഇതിലൊക്കെ സൈക്ലാമിനിലൊക്കെ പഠിക്കണില്ലേ, നമ്മളെ കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ സിക്സാക് പാറ്റേണിൽ കുറേ പിന്നെ ഇങ്ങനെ തിളങ്ങുന്ന സ്റ്റാർസ് പോലെയൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പൊ അതേപോലെയുള്ള സാധനമാണ് ഈ ഓറ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഷിമറിങ് സിൽവറി സിക്സാക് ലൈൻ മാർച്ചിങ് അക്രോസ് ദ വിഷ്വൽ ഫീൽഡ് അപ് ടു 40 മിനിറ്റ്സ് വരെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് ടെമ്പററി ഒരു വിഷ്വൽ ലോസസ് വരാം. അതിനെയാണ് നമ്മൾ സ്കോട്ടോമ എന്ന് പറയുന്നത്. അപ്പോൾ മൈഗ്രെയിൻ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു. ക്ലാസിക്കൽ മൈഗ്രെയിൻ ഉണ്ട്, കോമൺ മൈഗ്രെയിൻ ഉണ്ട്. ഓറ എന്താന്നുള്ളത് പറഞ്ഞ ഒരു ഫോർട്ടിഫിക്കേഷൻ സ്പെക്ട്രയാണ്. അതിൻ്റെ കൂടെ ടെമ്പററി വിഷ്വൽ ലോസസ് വരാം. അതിനാണ് നമ്മൾ സ്കോട്ടോമ എന്ന് പറയുന്നത്. അപ്പൊ ഇനി മൈഗ്രെയിൻ്റെ ഫീച്ചേഴ്സ് എന്താ? സിവിയർ ആയിട്ട്, കാരണം ഒരു വാസ്കുലാറാ നമ്മൾ പറഞ്ഞത്, എപ്പോഴും ബ്ലഡ് വെസലിനെ എഫക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ത്രോബിങ് സെൻസേഷൻ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ മൈഗ്രെയിൻ എപ്പോഴും ഒരു സിവിയർ ത്രോബിങ് ആയിട്ടുള്ള സെൻസേഷൻ ആണ് ഉണ്ടാവുന്നത്. വിത്ത് ഫോട്ടോഫോബിയ. ഫോട്ടോഫോബിയ നമുക്ക് ലൈറ്റ് ഒന്നും കാണാൻ കഴിയില്ല. ഫോണോഫോബിയ, സൗണ്ട് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. വോമിറ്റിംഗ് ഉണ്ടാവും. ലാസ്റ്റിംഗ് ഫോർ 4 to 72 hours വരെ ഇത് ലാസ്റ്റ്, ഒരു 3 days വരെ ഇത് ലാസ്റ്റ് ചെയ്യും. നമുക്കറിയാം മൈഗ്രെയിൻ ഉള്ള പേഷ്യൻ്റ് വരുമ്പോഴത്തേക്ക് മൂവ്മെൻറ്റ് ഇവർക്ക് അഗ്രവേഷൻ ആയിരിക്കും. നമ്മൾ ഡാർക്ക് റൂമിൽ അല്ലെങ്കിൽ ക്വയറ്റ് ആയിട്ടുള്ള ഡാർക്ക് റൂമിൽ കിടക്കുമ്പോൾ പേഷ്യൻറ്റിന് റിലീഫ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്നതാണ്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് യൂണിലാറ്ററൽ ആയിട്ടാണ്, ലാറ്ററലൈസ്ഡ് ആയിട്ടാണ് നമ്മൾ മൈഗ്രെയിൻ എപ്പോഴും കാണും. പിന്നെ ഫാമിലി ഹിസ്റ്ററി നമുക്കറിയാം, അമ്മയ്ക്ക് മൈഗ്രെയിൻ ഉണ്ട്, കുട്ടിക്ക് മൈഗ്രെയിൻ ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഓഫ് മൈഗ്രെയിൻ ഉണ്ടാവും. അത്രയും സാധനങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ഉണ്ടാവും, എന്ന് വെച്ചാൽ ഹെമിപ്ലേജിയ പോലെ പ്രസന്റ് ചെയ്യുന്ന മൈഗ്രെയിൻ ഉണ്ടാവും. ഒഫ്താൽമോപ്ലേജിയ, കണ്ണിന് ചുറ്റുമുള്ള രീതിയിലുള്ള മൈഗ്രെയിൻ ഉണ്ടാവും. അങ്ങനെ ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ഉണ്ട്, പക്ഷേ ലെസ് വെറൈറ്റി ആണ്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മൈഗ്രെയിൻ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി ക്ലസ്റ്റർ ഹെഡേക്ക്. അപ്പൊ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്കറിയാം, ക്ലസ്റ്റർ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു ഒരു സമയത്ത് നമ്മളിപ്പോൾ ടീച്ചേഴ്സിന്റെ ക്ലസ്റ്റർ ആണെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന്. ഒരു പീരിയോഡിക്കൽ ആയിട്ട് വരുന്ന ഒരു ഹെഡേക്ക് ആണ് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്നത്. അതിന് നമുക്ക് മൈഗ്രീനിയസ് ന്യൂറാൾജിയ എന്നുള്ള പേരുണ്ട്, ഹോട്ടൺ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇങ്ങനത്തെ കുറെ പേരുകളുള്ള സാധനങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇത് കോമൺ ആയിട്ട് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എപ്പോഴും എന്താ, ആണുങ്ങളായിരിക്കും, മെൻസ് ആയിരിക്കും ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് രാത്രികളൊക്കെ നമ്മളിങ്ങനെ കാണല്. അപ്പൊ ഇവര് കൂടുതലായിട്ടും ഇത് മെൻസിലാണ് കാണുന്നത്. ക്ലസ്റ്റർ ഹെഡേക്ക് കോമൺ ആയിട്ട് ഇത് മെൻസിലാണ് കാണുന്നത്. ഇത് തന്നെ സ്മോക്കേഴ്സിലും ഹൈ ആവറേജ് ആൽക്കഹോളിക് കൺസപ്ഷൻ എടുക്കുന്നവരിലുമാണ് കൂടുതലായിട്ടും ഈ ക്ലസ്റ്റർ ഹെഡേക്സ് കാണുന്നത്. ഇതെന്ത് ചെയ്യും? ഇത് ക്ലസ്റ്റർ പോലെ സെയിം ടൈമിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹെഡേക്ക് ഒരു പീരിയോഡിക്കൽ ആയിട്ട് സെയിം ടൈം ഫോർ വീക്സ്, നമ്മൾ പറയില്ലേ സൾഫർ വീക്കിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അതേപോലെ ഇത് ക്ലസ്റ്റർ പോലെ വീക്കെൻഡിലോ അല്ലെങ്കിൽ അങ്ങനെ മന്ത്ലി സെയിം ടൈമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മെന്നിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. 4:1 റേഷ്യോയിൽ അത് മെന്നിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ സ്മോക്കേഴ്സിലാണ്, ഹൈ ആവറേജ് ആൽക്കഹോളിക് കൺസപ്ഷൻസ് ഉള്ളവരിലാണ് ഈ ക്ലസ്റ്റർ ഹെഡേക്സ് കാണുന്നത്. ഇനി ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours ഒരു പീരീഡിലാണെങ്കിൽ ഒരു 1 or several attacks ഒരു ദിവസം തന്നെ ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. ഇവര് ഉറക്കത്ത് നിന്ന് എണീക്കുമ്പോഴേ ഇവർ ഈ സിംറ്റംസുമായിട്ടാണ് എണീക്കുന്നത്. അതിന് കോൾഡ് അലാം ക്ലോക്ക് ഹെഡേക്ക്. നമുക്ക് അലാറം അടിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വേഗം അങ്ങ് എണീക്കും. അതേപോലെ
നമുക്കൊരു ഡിസ്ട്രെസ്സിങ് ആയിട്ടല്ലേ നമ്മൾ എണീക്കുക. അതേപോലെയാണ് ഇവർ ഉറക്കത്തിന്ന് ഈ സിംപ്റ്റംസ് ആയിട്ടാണ് എണീക്കുന്നത്. അതിനാണ് അലാം ക്ലോക്ക് ഹെഡേക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിലാറ്ററൽ ആയിട്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞു മൈഗ്രെയിൻ യൂണിലാറ്ററൽ ആണ്, അല്ലെ ലാറ്ററലൈസ്ഡ് ആണ്. അതേപോലെ ക്ലസ്റ്റർ ഹെഡേക്കും നമുക്ക് യൂണിലാറ്ററൽ ആയിട്ടാണ് പറയുന്നത്. അത് പെരി ഓർബിറ്റല്ല, കണ്ണിന് ചുറ്റുമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ കണ്ണിന് ചുറ്റുമായിട്ട് കാണുമ്പോൾ എന്താ ചെയ്യും, കണ്ണൊക്കെ നല്ലോണം ചുവന്നിട്ടുണ്ടാവും. ഇപ്സിലാറ്ററൽ ആ സ്ഥലത്ത് നിന്ന് നന്നായിട്ട് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും. നേസൽ കഞ്ചഷൻ ഉണ്ടാവും. കഞ്ചങ്ടൈവൽ ഇഞ്ചക്ഷൻ, കണ്ണൊക്കെ നല്ല ചുവന്ന് മൂക്കൊക്കെ നന്നായിട്ട് കഞ്ചസ്റ്റഡ് ആയിട്ട്. അതർ ഫീച്ചേഴ്സ് ഹോർണർ സിൻഡ്രം. ഹോർണർ സിൻഡ്രം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താ ഹോർണർ സിൻഡ്രം? ഹോർണർ സിൻഡ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കുലോ സിമ്പതറ്റിക് പാൽസി. അപ്പൊ അത് കണ്ണിനെ ബാധിക്കുന്നതാണ്. ഒക്കുലോ സിമ്പതറ്റിക് പാൽസി. അപ്പൊ സിമ്പതറ്റിക് കണ്ണിലേക്കുള്ള സിമ്പതറ്റിക് നെർവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഹോർണർ സിൻഡ്രം. അപ്പൊ ഈ ഹോർണർ സിൻഡ്രത്തിൽ 3 സാധനങ്ങളുണ്ട്. ടോസിസ് ഉണ്ട്, മയോസിസ് ഉണ്ട്, എനോഫ്താൽമോസിസ് ഉണ്ട്. ഈ ടോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഐലിഡ് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഒരു പിക്ചറിലുണ്ട്. അപ്പൊ ഹോർണർ സിൻഡ്രത്തിൽ ഇതിൽ ടോസിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മയോസിസ് എന്ന് വെച്ചിട്ടുണ്ട്, ടോസിസ് എന്ന് വെച്ചാൽ ഡ്രൂപ്പിംഗ് ഓഫ് ദ ഐലിഡ്. മയോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ പ്യൂപ്പിളിന്റെ സൈസ് ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവേ. ദെൻ അൺഹൈഡ്രോസിസ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് സ്വെറ്റിംഗ് ഓൺ ദ ഫേസ്. അപ്പോൾ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലേക്കുള്ള സിമ്പതറ്റിക് ട്രങ്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ വരുന്ന അസുഖമാണ് ഹോർണർ സിൻഡ്രം. അതിൽ ടോസിസ് ഡെവലപ്പ് ചെയ്യും, മയോസിസ് ഡെവലപ്പ് ചെയ്യും, അൺഹൈഡ്രോസിസ് ഉണ്ടാവും, അല്ലെങ്കിൽ എനോഫ്താൽമോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാൽപ്പബിൾ ഫിഷറിന്റെ അതിന്റെ ഗ്യാപ്പില്ല, അത് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ 3 സാധനങ്ങളാണ് നമ്മൾ ഹോർണർ സിൻഡ്രത്തിൽ കാണുന്നത്. അപ്പൊ ഇത്രയാണ് ക്ലസ്റ്റർ ഹെഡേക്സിലുള്ളത്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മൈഗ്രെയിനിയസ് ന്യൂറാൽജിയ എന്ന് വിളിക്കാം, ഹോട്ടൺ സിൻഡ്രോം എന്ന് വിളിക്കാം. എന്നിലാണ് കൂടുതലായിട്ട് കാണുന്നത്, ക്ലസ്റ്റർ പോലെയാണ് ഉണ്ടാവുന്നത്. അലാം ക്ലോക്ക് ഹെഡേക്ക് എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് ഇമ്പോർട്ടന്റ്. പെരി ഓർബിറ്റൽ ആയിട്ടാണ്, യൂണിലാറ്ററൽ ആയിട്ട് കാണുന്നത്. അപ്പൊ കണ്ണ് നന്നായിട്ട് ചോക്കും, മൂക്ക് നന്നായിട്ട് ചോക്കും, കണ്ണിന് നിറയെ വെള്ളം വരും. ഹോർണർ സിൻഡ്രത്തിന്റെ ഫീച്ചേഴ്സും ആയിട്ട് ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഹോർണർ സിൻഡ്രത്തിൽ എന്താ ഉള്ളത് എന്നും കൂടെ നമ്മൾ ഇതിൽ പഠിച്ചു കേട്ടോ. സ്പീഡ് ആവുന്നുണ്ടെങ്കിൽ പറയണേ. അടുത്തതാണ് ട്രൈജെമിനൽ ന്യൂറാൽജിയ. ട്രൈജെമിനൽ ന്യൂറാൽജിയ ട്രൈജെമിനൽ നെർവ് എവിടത്തേക്കാണ് സപ്ലൈ ചെയ്യുന്നത്? അതൊരു മിക്സഡ് നെർവാണ് ഈ ട്രൈജെമിനൽ നെർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനൊരു മോട്ടോറും സെൻസറിയും രണ്ടുമുള്ള ഒരു മിക്സഡ് നെർവാണ് ട്രൈജെമിനൽ നെർവ്. ഈ ട്രൈജെമിനൽ നെർവ് ഫേസിനാണ് സപ്ലൈ ചെയ്യുന്നത്. ഫേസിനെ കണ്ടോ, ഈ ചിത്രം കണ്ടില്ലേ? അപ്പൊ ഈ ഫേസിന്റെ 3 ഡിവിഷൻ ആണ് ഉള്ളത്. ഇതിന്റെ ഒഫ്താൽമിക് ഡിവിഷൻ ഉണ്ട്, മാക്സിലറി ഡിവിഷൻ ഉണ്ട്, മാൻഡിബുലാർ ഡിവിഷൻ ഉണ്ട്. ഇങ്ങനെ 3ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഈ ട്രൈജെമിനൽ നെർവിന്റെ ഒഫ്താൽമിക് വിട്ടിട്ട് ബാക്കി 2 സെക്കൻഡും തേർഡ് ഡിവിഷനിലുമാണ് ട്രൈജെമിനൽ ന്യൂറാൾജി അഫക്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ മാക്സിലറി ഡിവിഷനും മാൻഡിബുലാർ ഡിവിഷനിലുമാണ് ഈ ട്രൈജെമിനൽ ന്യൂറാൾജിയ കാണുന്നത്. അപ്പൊ അതിൽ ക്യാരക്ടറൈസ്ഡ് ബൈ യൂണിലാറ്ററൽ ലാൻസിനേറ്റിംഗ് ഫേഷ്യൽ പെയിൻ. അപ്പൊ ഫേഷ്യൽ സൈഡിലാണ് സപ്ലൈ. അപ്പോൾ യൂണിലാറ്ററൽ ആയിട്ടുള്ള ലാൻസിനേറ്റിംഗ് ആയിട്ടുള്ള ഫേഷ്യൽ പെയിൻ ആണ് ഉണ്ടാവുന്നത്. സെക്കൻഡും തേർഡ് ഡിവിഷൻ ഓഫ് ദ ട്രൈജമെനിലാണ് ഓവർ ഏജ് ഓഫ് 50 ഇയേഴ്സ്. അപ്പൊ ഈ സാധനങ്ങളിൽ ഈ ഏജ് ഈ മെയിലാണോ ഫീമെയിലാണോ ഇതൊക്കെ ഈ അസേഷൻ റീസണിങ്ങിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അതുകൊണ്ടാണ് ഇത് സ്പെസിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതില് മേ ബി നെർവ് ആയതിനെക്കൊണ്ട് ട്രിഗേർഡ് ബൈ ടച്ച്, അല്ലെങ്കിൽ തണുത്ത കാറ്റടിക്കുമ്പോഴേ ഈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് ബുദ്ധിമുട്ട് വരും. കാരണം മാൻഡിബിൾ നമുക്ക് വേണ്ടേ, നമ്മളെ ചൂയിങ് ചെയ്യാൻ വേണ്ടി മാൻഡിബിൾ വേണം. അപ്പൊ ഈറ്റ് ചെയ്യുമ്പോഴേ കോൾഡ് വിൻഡ് അടിക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ ഇത് ട്രിഗർ ചെയ്യും. വിൻ സെൻസ് ഇറ്റ് സൈലന്റ്ലി. ടിക് $X എന്നുള്ള ഒരു പേരും കൂടെ ഇതിനുണ്ട്. അതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചു ടൈപ്പ് ഓഫ് ഹെഡേക്ക് നമ്മൾ പഠിച്ചു. ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് നമുക്ക് എങ്ങനെയാ, നമുക്കൊരു ബാൻഡ് അറൗണ്ട് ദ ഹെഡ് ആയിട്ടാണ്, ടൈറ്റ് ഹാറ്റ് അറൗണ്ട് ദ ഹെഡ് പോലെ ഉണ്ടാവും. മൈഗ്രെയിൻ ആണെങ്കിൽ അത് യൂണിലാറ്ററൽ ആയിട്ടാണ് കാണുന്നത്. വൺ സൈഡ് ഓഫ് ദ ഫേസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ഇതാണ് ക്ലസ്റ്റർ ഹെഡേക്ക് ആണെങ്കിൽ എന്താ, കണ്ണിന് ചുറ്റും പെരി ഓർബിറ്റൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അറൗണ്ട് 1 ഐ ആയിട്ടാണ്. അതിന്റെ കൂടെ നേസൽ കഞ്ചഷനും ടിയറിങ് ഒക്കെ ഉണ്ടാവും. ഇനി പോസ്റ്റ് ട്രോമാറ്റിക് ഹെഡേക്ക് ആണെങ്കിൽ നമുക്ക് അടി കിട്ടുന്ന സ്ഥലങ്ങൾ, ടെമ്പിള്, പറേറ്റല്, ഫോർഹെഡ് അങ്ങനത്തെ ഏരിയകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. മെഡിക്കേഷൻ ഓവർ യൂസ്, കുറെ അനാൽജസിക്സ് ഒക്കെ എടുത്ത ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഹെഡേക്ക് അത് വാരി ചെയ്യും, ലൊക്കേഷൻ വാരി ചെയ്യും. നമുക്ക് അങ്ങനെ
കറക്റ്റ് ആ സ്ഥലത്താണെന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ സൈനസ് ഹെഡേക്ക് ആണെങ്കിൽ നമ്മളെ സൈനസ് എവിടെയൊക്കെയാണോ സൈനസ് അധികവും എത്മോയിഡലും ഫ്രോണ്ടലും ഒക്കെ അല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സൈനസിന്റെ ഏരിയകളിലാണ് കൂടുതലായിട്ട് ചീക്ക് ബോണിന്റെ ഏരിയയിലാണ് സൈനസ് ഹെഡേക്സ് കാണുന്നത്. അപ്പൊ അത്രയാണ് നമ്മൾ ഹെഡേക്സിൽ പഠിച്ചത്. അപ്പൊ ഇത്രയും ടൈപ്പ് ഓഫ് ഹെഡേക്സുകളാണ് കോമൺ ആയിട്ട് നമുക്കുള്ളത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് സബറക്കിനോയിഡ് ഹെമറേജിൽ തണ്ടർ ക്ലാപ്പ് ഹെഡേക്സുകൾ ഉണ്ട്. ഹെഡേക്ക് എന്നാണ് സബറക്കിനോയിഡ് ഹെമറേജിന്റെ ഹെഡേക്കിന്റെ പേര് നമ്മൾ സ്ട്രോക്ക് പഠിക്കുമ്പോൾ ഒന്നും കൂടെ നമ്മൾ പറയൂ കേട്ടോ. ഫസ്റ്റ് ടോപ്പിക് നമ്മൾ കവർ ആയിരിക്കുകയാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇത് ക്ലിയർ അല്ലേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാവേ. അപ്പൊ അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടോ? ആർച്ച? ചിലപ്പോ അറിയാണ്ട് കൈ തട്ടിയതായിരിക്കും ഡോക്ടറെ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നേ. ഓക്കെ. ഓക്കെ, അടുത്ത ടോപ്പിക് അഫേഷ്യ ആണ്. അപ്പൊ അഫേഷ്യ നമ്മളിലേക്ക് നമുക്ക് എല്ലാത്തിന്റെ മുകളിൽ നിന്ന് എ വെച്ച് തുടങ്ങുന്നത് അതിനെന്തോ ഒരു അബ്നോമാലിറ്റി ഉണ്ട് എന്നല്ലേ. അപ്പൊ അഫേഷ്യ പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും സ്പീച്ച് എന്ന് മാത്രം നിങ്ങൾ ഓർക്കരുത്. അത് ഡിസോർഡേഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, തോട്ട്, വേർഡ് ഫൈൻഡിങ്, ഇത്രയും 3 കാര്യങ്ങളും കൂടെ അഫേഷ്യയിലുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുന്നത് അസേഷൻ റീസണിങ് നിങ്ങൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡിസോർഡേഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് തോട്ട്, വേർഡ് ഫൈൻഡിങ്. മെയിൻലി ഡോമിനന്റ് ഹെമിസ്ഫിയറിൽ പ്രശ്നം വരുമ്പോഴാണ്. ഡോമിനന്റ് ഹെമിസ്ഫിയർ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്, ലെഫ്റ്റ് ആയിരിക്കും അവർ ഡോമിനന്റ് ഹെമിസ്ഫിയർ. അപ്പോൾ ഡോമിനന്റ് ഹെമിസ്ഫിയർ യൂഷ്വലി ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് അഫേഷ്യ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രോക്ക് ഉള്ള കണ്ടീഷൻസിലാണ് കൂടുതലായിട്ടും നമുക്ക് ഈ അഫേഷ്യ കാണുക. അപ്പൊ അതിൽ അണ്ടർസ്റ്റാൻഡിങ്, തോട്ട്, വേർഡ് ഫൈൻഡിങ്, ഈ 3 കാര്യങ്ങളും കൂടെ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ നമുക്ക് ഇത് മുദിത് ടെക്സ്റ്റിന്റെ ഇതാണ്, സ്ക്രീൻഷോട്ട് ആണ്. അപ്പൊ അഫേഷ്യന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇത് 2 ടൈപ്പ് ഓഫ് അഫേഷ്യാസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തേതാണ് ബ്രോക്കാസ് അഫേഷ്യം, വെർണിക്സ് അഫേഷ്യം. നമുക്ക് 2 ഇതുണ്ടല്ലോ, ബ്രോക്കാസ് ഏരിയ ഉണ്ട്, വെർണിക്സ് ഏരിയ ഉണ്ട്. ബ്രോക്കാസ് ഏരിയ പറയുമ്പോഴത്തേക്ക് ഈ ബ്രോഡ്മാൻ ഏരിയ 44, 45 ഈ ഏരിയകളൊക്കെ ഫിസിയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയയുടെ നമ്പർ വെച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ബ്രോഡ്മാൻ ഏരിയ 44, 45 ആണ്. വെർണിക്സ് ഏരിയ ആണെങ്കിൽ ഏരിയ 22 ആണ്. അപ്പൊ ബ്രോക്കാസ് ഏരിയ ഈ ചിത്രത്തിൽ നോക്കിയാൽ ബ്രോക്കാസ് ഏരിയ എവിടെയുള്ളത്? ഫ്രോണ്ടൽ ലോബിലാണുള്ളത്. വെർണിക്സ് ഏരിയ എവിടെയുള്ളത്? ടെമ്പറൽ ലോബിലാണുള്ളത്. പിന്നെ ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്ത് കുറച്ച് ഫൈബേഴ്സിനെ കണ്ടോ? അതിനാണ് നമ്മൾ ആർക്വേറ്റ് ഫെസിക്കുലസ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്ന ഫൈബേഴ്സുകൾ. അപ്പൊ ബ്രോക്കാസ് ഏരിയ ഉണ്ട്, വെർണിക്സ് ഏരിയ ഉണ്ട്. അതിനെ രണ്ടിനെ കണക്ട് ചെയ്തിട്ട് ആർക്വേറ്റ് ഫെസിക്കുലസ് എന്നിട്ടുള്ള കുറെ ഫൈബേഴ്സുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റത്തത് ബ്രോക്കാസ് ഏരിയ. ബ്രോക്കാസ് അഫേഷ്യ വരുവാണെങ്കിൽ, അപ്പൊ ബ്രോക്കാസ് ഏരിയ എവിടെയുള്ളത് നമ്മൾ പറഞ്ഞു? ഫ്രോണ്ടലിലാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫ്രോണ്ടൽ ഏരിയയിലാണ് അപ്പൊ ഫ്രോണ്ടൽ ഏരിയയിലാണ് ബ്രോക്കാസ് ഏരിയ ഉള്ളത്. അപ്പൊ ബ്രോക്കാസ് അഫേഷ്യ വരുന്നത് ബ്രോക്കാസ് ഏരിയക്ക് പ്രശ്നം വരുമ്പോഴാണ്. ബ്രോഡ്മാൻസ് ഏരിയ 44, 45 പ്രശ്നം വരുമ്പോഴാണ് വരുന്നത്. അത് ഫ്രോണ്ടൽ ഏരിയന്റെ കണ്ടില്ലേ, ഫ്രോണ്ടൽ ഏരിയന്റെ തന്നെ താഴേക്കല്ലേ ഉള്ളത്. അപ്പൊ ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസിലാണ് അതുള്ളത്. ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസിലാണ് ഇത് കണ്ടോ, ടെമ്പറലിന്റെ വെർണിക്സ് നോക്കിയാൽ കേസർ നിങ്ങൾ കാണുന്നില്ലേ, ഈ ടെമ്പറലിന്റെ സുപ്പീരിയർ പോർഷനിലാണുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ബ്രോക്കാസ് അഫേഷ്യ പറയുമ്പോഴത്തേക്ക് ലീഷൻ ഇൻ ദ ബ്രോക്കാസ് ഏരിയയിലാണ് കാണുന്നത്, ഇൻഫീരിയർ ഫ്രോണ്ടൽ ഗൈറസിലാണ്. ഡോമിനന്റ് ഹെമിസ്ഫിയർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡോമിനന്റ് ഹെമിസ്ഫിയറിൽ പ്രശ്നം വരുമ്പോഴാണ് അഫേഷ്യ വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. വെർണിക്സ് ഏരിയ ആണെങ്കിൽ ലീഷൻ ഇൻ ദ വെർണിക്സ് ഏരിയ, ദാറ്റ് ഈസ് നമ്മളെ ടെമ്പറൽ ലോബിന്റെ സുപ്പീരിയർ പോർഷൻസിലാണ് ഉണ്ടാകുന്നത്. അപ്പർ പാർട്ട് ഓഫ് ദി ടെമ്പറൽ ലോബിലാണ് ഉണ്ടാകുന്നത്. അതും ഡോമിനന്റ് ഹെമിസ്ഫിയറിൽ തന്നെയാണ്. ഇനി ഇതിന്റെ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം MCE ആണ്. നമ്മളെ മിഡിൽ സെറിബ്രൽ ആർട്ടറിയാണ് നമ്മളെ ബ്രെയിനിന്റെ കുറെ ഏരിയകൾ, സെറിബ്രത്തിന്റെ കുറെ ഏരിയകൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ രണ്ടിലും നമ്മളെ മിഡിൽ സെറിബ്രൽ ആർട്ടറിയാണ് പ്രശ്നം വരുന്നത്. അത് മിഡിൽ സെറിബ്രൽ ആർട്ടറിന്റെ സുപ്പീരിയർ ഡിവിഷനിൽ ഒക്ലൂഷൻ വരുമ്പോഴാണ് ബ്രോക്ക വരുന്നത്.
വെർണിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഡിവിഷൻ ഓഫ് ദ മിഡിൽ സെറിബ്രൽ ആർട്ടറിന്റെ ഇൻഫീരിയർ ഡിവിഷനിലാണ് പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് വെർണിക്സ് വരുന്നത്. അപ്പോൾ രണ്ടും പിന്നെ ഡിഫറൻഷിയേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്താൽ മതി. ഈ ബ്രോക്കാസ് ഏരിയ ഇൻഫീരിയർ ഫ്രോണ്ടൽ ആണെങ്കിൽ പോലും സുപ്പീരിയർ ബ്രാഞ്ചസ് ഓഫ് മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണ് അവിടെ സപ്ലൈ. അപ്പോൾ ഒക്ലൂഷൻ ഓഫ് ദി സുപ്പീരിയർ ബ്രാഞ്ച് ഓഫ് മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണ് വെർണിക്സ് ഏരിയ. ചിത്രം ഓർത്തിട്ട് പറഞ്ഞാൽ മതി. ടെമ്പറലിന്റെ അപ്പർ പാർട്ടിലാണ് പ്രശ്നം, പക്ഷേ ഒക്ലൂഷൻ ഓഫ് ദി ഇൻഫീരിയർ ഡിവിഷൻ ഓഫ് ദി മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണ്. ഇനി രണ്ടും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോംപ്രഹെൻഷൻ. ഈ ബ്രോക്കയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മോട്ടോർ അഫേഷ്യാണ് നടക്കുന്നത്. ബ്രോക്കാസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലില്ലാത്ത പോയിന്റ് എഴുതി വെച്ചേക്കണേ. അപ്പോൾ ബ്രോക്കാസ് അഫേഷ്യ എന്ന് പറഞ്ഞാൽ മോട്ടോർ അഫേഷ്യാണ്. ഇവർ നമ്മൾ പറയുന്നതും ഇവർക്ക് സംസാരിക്കാനൊക്കെ ഇവർക്ക് ഇൻസൈറ്റ് ഒക്കെ ഇവർക്ക് ഉണ്ടാവും. പക്ഷെ സംസാരിക്കുമ്പോഴെന്താ ഇവർക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മളെ പേരെന്താന്ന് ചോദിച്ചാൽ സാ പിന്നെ കുറച്ച് കഴിഞ്ഞ് ശ്രീ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ അവർ കറക്റ്റായിട്ട് എൻ്റെ പേര് ഇപ്പോൾ സനുശ്രീ എന്നാണോ എന്ന് ചോദിച്ചാൽ അവർ തലയാട്ടും. അപ്പോൾ അങ്ങനെയാണ് ബ്രോക്കാസ് അഫേഷ്യ എന്ന് വെച്ചാൽ അത് മോട്ടോർ അഫേഷ്യ. അവർക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പറയാൻ കഴിയുന്നില്ല. പക്ഷെ വെർണിക്സ് അഫേഷ്യ ആണെങ്കിൽ ഇപ്പം എൻ്റെ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പം വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തക്കാളി, വെണ്ടയ്ക്ക ഇങ്ങനെയായിരിക്കും വെർണിക്സ് അഫേഷ്യ ഉള്ള ആൾക്കാർ പറയുന്നുണ്ടാവും. അപ്പോൾ അത് മനസ്സിലായോ? കോംപ്രഹെൻഷൻ ബ്രോക്കാസിൽ എപ്പോഴും കോംപ്രഹെൻഷൻ അവിടെ പ്രിസർവ്ഡാ. പക്ഷേ വെർണിക്സിലാകുമ്പോഴത്തേക്ക് അവർ തോന്നിയ പോലെ വായി തോന്നിയത് വിളിച്ചു പറയാം. അപ്പോൾ കോംപ്രഹെൻഷൻ അവിടെ ഇമ്പയർഡ് ആണ്. ഇനി ഫ്ലുവൻസി നോക്കുവാണെങ്കിൽ ബ്രോക്കയ്ക്ക് എല്ലാം അറിയാം, അവർക്ക് ആ കണ്ടന്റ് മാത്രമേ പറയണ്ടൂ. പക്ഷേ ബ്രോക്കയ്ക്ക് ഫ്ലുവൻസി കുറവായിരിക്കും. പക്ഷേ വെർണിക്സ് ആണെങ്കിലോ കല ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്തെന്നാ പറയുന്നതെന്ന് പോലും അവർക്ക് അറിയണ്ടാവില്ല. അപ്പൊ കോംപ്രഹെൻഷൻ പ്രിസർവ്ഡ് ആകുന്നത് ബ്രോക്കയിലും വെർണിക്സിൽ കോംപ്രഹെൻഷൻ ഇമ്പയർഡ് ആണ്. ഇനി ഫ്ലുവൻസി നോക്കുവാണെങ്കിൽ ബ്രോക്കയ്ക്ക് ഫ്ലുവൻസി കുറവായിരിക്കും, ഡിക്രീസ്ഡ് ആയിരിക്കും. പക്ഷെ വെർണിക്സിലാണെങ്കിൽ പ്രിസർവ്ഡ് ആണ്, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ഇനി നമ്മൾ ബ്രോക്ക നോക്കുവാണെങ്കിൽ സ്പീച്ച് നോൺ ഫ്ലുവൻ്റ് ആണ്. അവർ കഷ്ടപ്പെട്ട പറയാം, നു അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അവർ പറയാം. പക്ഷേ വെർണിക്സ് ആണെങ്കിൽ എന്താ ഫ്ലുവൻ്റ് ആയിട്ട് ഹൈലി പാരാഫേസിക് ആയിട്ട് നിയോലോജിസം പുതിയ പുതിയ വാക്കുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തും. അതിനെയാണ് നമ്മൾ ജാഗ്രൻസ് അഫേഷ്യ എന്ന് വിളിക്കാം. അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ. ഇനി ബ്രോക്ക നോക്കുമ്പോഴത്തേക്കും രണ്ട് സാധനങ്ങൾ, രണ്ട് അഫേഷ്യയിലും നെയിമിങ്ങും റിപ്പിറ്റേഷനും ഇമ്പയർഡ് ആണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ നിയോലോജിസം, ബ്രോക്കയിൽ ഒരിക്കലും നിയോലോജിസം വരില്ല. പക്ഷെ വെർണിക്സിലാണെങ്കിൽ നിയോലോജിസം, അവർ പുതിയ പുതിയ വേർഡുകൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ബ്രോക്കയിൽ എപ്പോഴും ഇൻസൈറ്റ് അവർക്ക് ഉണ്ടാവും, പ്രിസർവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ വെർണിക്സിൽ അങ്ങനെ ഇൻസൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, അവരെന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു, രണ്ട് അഫേഷ്യകളെ പറ്റി പഠിച്ചു. ഇതിൽ ഡോമിനന്റ് ഹെമിസ്ഫിയറിന് പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് ഈ അഫേഷ്യ വരുന്നത്. അതിൽ റിപ്പിറ്റേഷനും നെയിമിങ്ങും രണ്ട് അഫേഷ്യയിലും ഇമ്പയർഡ് ആണ്. സെൻസ്ലെസ് ആയിട്ടുള്ള ഫ്ലുവൻ്റ് ആയിട്ടുള്ള നിയോലോജിസം ഒക്കെ ഉള്ള അഫേഷ്യാസ് ആണ് വെർണിക്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടിയോ? രണ്ടും കമ്പയർ ചെയ്ത് കിട്ടിയോ? അപ്പൊ വെർണിക്സിന്റെ അടുത്ത് പേര് വെച്ച് അവർ തോന്നിയ പോലെ പറയും, പുതിയ പുതിയ വേർഡുകൾ ഉണ്ടാക്കും. ഇത് രണ്ടും മനസ്സിലായോ? എന്നാലേ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ അവിടെ? ക്ലിയർ ആണ് ഡോക്ടർ. ഓക്കെ. അപ്പൊ ഇതാണ് അഫേഷ്യയിൽ ഉള്ളത്. ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യണോ അല്ലെ ലാസ്റ്റ് ചെയ്താൽ മതിയോ? ഇതിന്റെ ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യണോ? അഫേഷ്യന്റെ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, വേണോ അല്ലെ ലാസ്റ്റ് ചെയ്താൽ മതിയോ എല്ലാം കൂടി? ലാസ്റ്റ് ചെയ്യാം ഡോക്ടറെ. അപ്പൊ അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ചെയ്ത എന്തായാലും ഇപ്പൊ എല്ലാവരും ആൻസർ ചെയ്യും. ഓക്കെ, ലാസ്റ്റ് ചെയ്യാം. ഓക്കെ. ഈ നമ്മൾ CSFനെ കുറിച്ച് അപ്പൊ രണ്ട് ടോപ്പിക് നമ്മൾ കവർ ചെയ്തു. പിന്നെ ഒരു സാധനം കൂടെ അഫേഷ്യ പറയാനുണ്ട്, പക്ഷെ അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ പറയാം കേട്ടോ. ഇനി അടുത്തതാണ് CSF, നമ്മൾ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നിങ്ങൾ എപ്പോഴും ഫിസിയോളജിയായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണേ CNS പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒരു അൾട്രാ ഫിൽട്രേറ്റ് ഓഫ് ദ പ്ലാസ്മയാണ് നമ്മളെ CSF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെൻട്രിക്കിൾസ്, ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിലേക്ക് ഇതിങ്ങനെ സർക്കുലേറ്റ്. അപ്പം ഇതാണ് നമ്മളെ ലാറ്ററൽ വെൻട്രിക്കിൾ. ഈ ലാറ്ററൽ വെൻട്രിക്കിളിലെ കോറോയിഡ് പ്ലെക്സസ് കണ്ടോ? കേസർ നോക്കിയാൽ മതിയേ. ഈ കോറോയിഡ് പ്ലെക്സസിൽ ഇതിലാണ് CSF ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പൊ CSF ഇതിൽ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത്
നമ്മൾ സ്പൈനൽ കോഡിലുള്ള മെനിഞ്ചസിലേക്കൊക്കെ എങ്ങനെ പോയി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് നമ്മൾ CSF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ് ഈ CSF. നമ്മൾ അനാട്ടമി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും CSF റൈനോറിയെ മറ്റേത് എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അത് ക്ലിയർ കളർലെസ് നമ്മളെ മൂക്കുന്ന് വരുന്ന കൊറേസ പോലെ തന്നെയാണ് ഈ സാധനം. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള കളർലെസ് ആയിട്ടുള്ള ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. അറൗണ്ട് വോളിയം 100 to 200 ml ആണ്. ഏവറേജ് ഒരു 150 ml ആണ് നമ്മളെ ഇതിൽ ഉണ്ടാവുന്നത്. അതിൽ 125 ml സബാരക്കിനോയിഡ് സ്പേസസിലാണ് ഉണ്ടാവുന്ന സ്ഥലത്ത്. വെൻട്രിക്കിളിൽ കുറവാണ്, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഒഴുകി നടക്കുകയല്ലേ. അപ്പൊ സബാരക്കിനോയിഡ് സ്പേസസിലാണ് ഏറ്റവും 125 ml ഉള്ളത്. 25 ml മാത്രമേ ഉള്ളൂ നമ്മളെ വെൻട്രിക്കിൾസിലുള്ളത്. അതിൽ നമ്മൾ അതിന്റെ സർക്കുലേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ CSFന്റെ സർക്കുലേഷൻ നോക്കുവാണെങ്കിൽ എവിടുന്നാ CSF ഉണ്ടാവുന്നത്? നമ്മളെ ലാറ്ററൽ വെൻട്രിക്കിളിലാണ് ഉണ്ടാവുന്നത്. കോറോയിഡ് പ്ലക്സസ് എന്നാണ് ഉണ്ടാവുന്നത്. അതെന്ത് ചെയ്യും? തേർഡ് വെൻട്രിക്കിൾസിലേക്ക് പോകും. തേർഡ് വെൻട്രിക്കിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേർഡ് വെൻട്രിക്കിൾസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഫൊറാമൻ ഉണ്ട്. അതിന്റെ പേരാണ് ഫൊറാമൻ മൊൺട്രോ. ഇവിടെ ഒരു ഫൊറാമൻ ഉണ്ട്, ഫൊറാമൻ മൊൺട്രോ. അങ്ങനെ തേർഡ് വെൻട്രിക്കിളിലെത്തി തേർഡ് വെൻട്രിക്കിളിന് സെറിബൽ അക്വഡക്റ്റിലേക്ക് അല്ലെ സെറിബൽ സിലിവിസിലേക്ക് പോകും. അപ്പൊ സെറിബൽ അക്വഡക്റ്റിലേക്ക് പോകും. പിന്നെ അത് ഫോർത്ത് വെൻട്രിക്കിൾസിലേക്ക് എത്തും. സെറിബൽ അക്വഡക്റ്റ് നിന്ന് ഫോർത്ത് വെൻട്രിക്കിൾസിലേക്ക് എത്തും. ഈ ഫോർത്ത് വെൻട്രിക്കിൾസ് എന്നും ഇവിടെ 2 ഫൊറാമൻസ് ഉണ്ട്. നടുവിലുള്ളത് മീഡിയലി ഉള്ളത് മജന്തെ, മീഡിയലി ഉള്ളത് മജന്തെ, ലാറ്ററി ഉള്ളത് ലഷ്ക. അപ്പൊ എന്ന് ഓർത്ത് വെച്ചാൽ മതി. മീഡിയലി മജന്തെ, ലാറ്ററലി ലഷ്ക, ഇങ്ങനെ ഓർത്ത് വെച്ച് സിസ്റ്റർന മാഗ്നയിൽ കൂടി അത് ലംബാർ CSF സ്പേസസിലേക്കും സബരക്കിനോട് സ്പേസസിലേക്ക് എത്തും. എന്നിട്ട് ഇത് സാജിറ്റൽ സൈനസിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. എന്നിട്ട് ഇതിൽ അരക്കിനോട്, ഇവിടെ കണ്ടോ അരക്കിനോട് വില്ലി കണ്ടോ? ഈ അരക്കിനോട് വില്ലിയിലേക്കാണ് ഇത് അബ്സോർവ് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അപ്പൊ നമ്മുടെ ലാറ്ററൽ വെൻട്രിക്കിളിന്റെ കോറോയിഡ് പ്ലക്സസ് ഓഫ് ദി ലാറ്ററൽ വെൻട്രിക്കിളിലാണ് ഇത് ഉണ്ടാവുന്നത്. അവിടുന്ന് ഫൊറാമൻ മൊൺട്രോ വഴി തേർഡ് വെൻട്രിക്കിളിലേക്ക് എത്തും. തേർഡ് വെൻട്രിക്കിളിന് അത് സെറിബൽ അക്വഡക്റ്റ് വഴി അത് ഫോർത്ത് വെൻട്രിക്കിൾസിൽ എത്തും. ഫോർത്ത് വെൻട്രിക്കിൾസിൽ നിന്ന് അവിടെ 2 ഫൊറാമൻസ് ആണ് ഉള്ളത്. മീഡിയലി ഫൊറാമൻ മജന്തെ, ലാറ്ററലി ലഷ്ക. എം എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് അത് സബരക്കിനോട് സ്പേസിലെത്തും. സബരക്കിനോട് സ്പേസസിൽ കുറെ അരക്കിനോട് ഗ്രാനുലേഷൻസ്, ഈ കണ്ടോ ഇതാണ് അരക്കിനോട് ഗ്രാനുലേഷൻസ്. ഇവിടെ ഉണ്ട്, ഗ്രാനുലേഷൻസ് ഉണ്ട്. അതിലേക്ക് ഇങ്ങനെ അബ്സോർവ് ചെയ്ത് പോവും. കുറെയൊക്കെ ലംബാർ സ്പേസസിലേക്ക് പോകും, ലംബാർ CSF സ്പേസസിലേക്ക് പോകും. ഇങ്ങനെയാണ് CSFന്റെ സർക്കുലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ CSF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലി ഇതിന്റെ കോമ്പോസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി CSF നമ്മൾ നോക്കുമ്പോൾ CSFന്റെ പ്രഷർ ഒരു 15 to 180 ഓഫ് വാട്ടർ ആണ്. ഓഫ് വാട്ടർ ആണ് CSFന്റെ പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ വോളിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു 150 ml അല്ലെ 125 ml, ഏകദേശം ആ റേഞ്ചിലാണ് ഉണ്ടാവുന്നത്. ഇനി ഗ്ലൂക്കോസ് നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് ഇല്ലേ, അപ്പൊ നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്ര? 80 to 120 ml. അതിന്റെ പകുതി 2/3 മാത്രമാണ് CSFിലുള്ള ഗ്ലൂക്കോസ്. അപ്പൊ അതിന്റെ പകുതി 40 to 70 mg/dL ആണ് CSFിലുള്ള ഗ്ലൂക്കോസിന്റെ എമൗണ്ട്. പ്രോട്ടീന് 15 to 15, ഇങ്ങനെ ഓർത്താൽ മതി. 15 to 15 mg/dL ആണ്. CSFിൽ RBCs ഇല്ല, ലൂക്കോസൈറ്റ്സ് സെൽസ് അങ്ങനെ ഇല്ല. സെൽസ് ഉണ്ടെങ്കിൽ തന്നെ ലെസ് ദാൻ 5 micro/L മാത്രമേ ലൂക്കോസൈറ്റ് ഉള്ളൂ. പിന്നെ CSFന്റെ pH 7.1 to 7.3. ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ ഈ പ്രഷർ, ഈ ഗ്ലൂക്കോസ്, പ്രോട്ടീന്, സെൽസ്, ഇതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ നോർമലി CSFന്റെ പ്രഷർ എത്ര? 15 to 180 mmHg ആണ് CSFന്റെ പ്രഷർ. അതിന്റെ വോളിയം 150 ml, അറൌണ്ട് 150 ml ആണ് അതിന്റെ വോളിയം. ഗ്ലൂക്കോസ് 2/3 ഓഫ് പ്ലാസ്മേന്റെ, ഒന്നും കിട്ടിയില്ലെങ്കിൽ 2/3 ഓഫ് പ്ലാസ്മ ഓർത്തിട്ട് 80 to 120 2/3 അങ്ങ് അടിച്ചാൽ 2/3 അങ്ങ് നോക്കിയാൽ മതി. പിന്നെ ടോട്ടൽ പ്രോട്ടീൻ 15 to 15 ആണ്. പിന്നെ RBCs ലൂക്കോസൈറ്റ്സ് ഒന്നും ഇല്ല. ഇനി നമുക്ക് ഓരോരോ കണ്ടീഷൻസിലും ഈ CSFന്റെ ഈ പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും. അപ്പൊ അതിൽ നമ്മൾ നോക്കുന്നത് 3 എണ്ണമാണ് കോമൺ ആയിട്ട് നമ്മൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ മെനിഞ്ചൈറ്റിസിന്റെ കണ്ടീഷൻസിൽ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് ആണോ, ട്യൂബർകുലസ് മെനിഞ്ചൈറ്റിസ് ആണോ, അല്ലെ വൈറൽ മെനിഞ്ചൈറ്റിസ് ആണോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇത് CSFന്റെ അതിന്റെ അപ്പിയറൻസ്, അതിന്റെ പ്രോട്ടീൻ്റെ എമൗണ്ട്, ഷുഗറിന്റെ എമൗണ്ട്, ഇതൊക്കെ നോക്കി സെൽസ് ഏതാന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്. ബാക്ടീരിയലും ട്യൂബർകുലർ ഏകദേശം സെയിം, കാരണം ട്യൂബർകുലസ് ഒരു ബാക്ടീരിയ ആണല്ലോ. അപ്പൊ ഏകദേശം സെയിം ആയിരിക്കും. വൈറലും
അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മതി. അപ്പോൾ പ്രഷർ നമ്മൾ നോക്കുമ്പം 3 ആയാലും എന്ത് ഇൻഫെക്ഷൻ വരുമ്പോഴും CSF കൂടുതലായിട്ടുണ്ടാവും. CSFന്റെ പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ 3 എണ്ണത്തിലും മെനിഞ്ചൈറ്റിസിലാകുമ്പോൾ 3 എണ്ണത്തിലും പ്രഷർ റൈസ് ചെയ്യാൻ തുടങ്ങും. ഇനി ഗ്രോസ് അപ്പിയറൻസ് നോക്കുമ്പോൾ ഈ ബാക്ടീരിയ ആകുമ്പോഴധികം ഈ ടെർബിഡിറ്റി വരാൻ തുടങ്ങും. വൈറസിന് അങ്ങനെ ക്ലിയർ ആയിരിക്കും. അധികം ഈ കൊറേശ്ശെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടല്ലേ വരുന്നത്. അതിൽ സൂപ്പർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അത് മഞ്ഞ നിറാവുന്നത്. അപ്പോൾ ബാക്ടീരിയലിന് എപ്പോഴും ഈ ടെർബിഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. വൈറൽ മെനിഞ്ചൈറ്റിസ് അധികം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാത്തിലും ഈ പ്രോട്ടീൻ ലെവൽ കൂടാൻ തുടങ്ങും. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് വെച്ചിട്ടാണ്. ഈ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് ഈ ബാക്ടീരിയ എപ്പോഴും ഗ്ലൂക്കോസ് തിന്നുമെന്ന് ഓർത്താൽ മതി. ഈ ബാക്ടീരിയ എപ്പോഴും ഗ്ലൂക്കോസ് തിന്നോളെ. അപ്പോൾ എന്ത് പറ്റും? ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിലൊക്കെ ഈ ഗ്ലൂക്കോസിന്റെ എമൗണ്ട് കുറയാൻ തുടങ്ങും. പക്ഷെ വൈറൽ മെനിഞ്ചൈറ്റിസിൽ ഗ്ലൂക്കോസ് നോർമൽ ആയിട്ടുണ്ടാവും. പിന്നെ ഇത് ക്ലോറൈഡ് ഒന്നും അധികം നോക്കണ്ട. സെൽസ് എപ്പോഴും നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ഏത് സെല്ലാ കൂടുക? ന്യൂട്രോഫിൽസ് അല്ലേ കൂടുക. അപ്പം ന്യൂട്രോഫിൽസ് കൂടും. ട്യൂബർക്കുലസ് ആകുമ്പോഴേക്ക് രണ്ടും ന്യൂട്രോഫിൽസും കൂടും ലിംഫോസൈറ്റ്സും കൂടും. അതൊരു ക്രോണിക് ഇൻഫെക്ഷൻ അല്ലേ. അതിനെയാണ് നമ്മൾ പ്ലിയോസൈറ്റോസിസ്. ലിംഫോസൈറ്റ്സും ന്യൂട്രോഫിലും രണ്ടും വരുന്നതിനെയാണ് നമ്മൾ പ്ലിയോസൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. വൈറൽ ആകുമ്പോഴെപ്പോഴും എന്താ ലിംഫോസൈറ്റ്സാ കൂടുക. അപ്പം നമ്മൾ സാധാരണ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ ലിംഫോസൈറ്റ്സാ കൂടുക ന്യൂട്രോഫിൽസിനേക്കാളും. അപ്പോൾ വൈറൽ മെനിഞ്ചൈറ്റിസിൽ അതേപോലെ തന്നെയാണ്. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിലാണെങ്കിൽ ന്യൂട്രോഫിൽസ് ആണ് കൂടുക. ട്യൂബർക്കുലസിലാണെങ്കിൽ രണ്ടും കൂടും. ലിംഫോസൈറ്റ്സും കൂടും ന്യൂട്രോഫിൽസും കൂടും. പ്ലിയോസൈറ്റോസിസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിൽ നമ്മൾ സീൽ ഇൻസെന്റ് ഇതില്ലേ ടെക്നിക്സ് നമ്മൾ നോക്കുമ്പോഴേക്ക് അതിൽ എന്തുണ്ടാവും? നമുക്ക് ഈ സാധനം ആസിഡ് ഫാസ്റ്റ് ബാസിലെ നമുക്ക് കാണാൻ പറ്റും. ട്യൂബർക്കുലസിൽ ആസിഡ് ഫാസ്റ്റ് ബാസിലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ കോവെബ് അപ്പിയറൻസ് ആയിട്ട് ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിൽ നമുക്ക് ഈ സാധനം CSF നോക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഇങ്ങനെ ചുണഞ്ഞ് ഇങ്ങനെ നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ ടാങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ കാണുക. അതാണ് നമ്മൾ കോവെബ് അപ്പിയറൻസ് ആയിരിക്കും ട്യൂബർക്കുലസ് മെനിഞ്ചൈറ്റിസിൽ CSFന്റെ അപ്പിയറൻസ്. അപ്പൊ ഇത്രയാണ് നമ്മൾ നോർമലി CSF എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. അതിൽ ഓരോരോ അസുഖങ്ങൾ വരുമ്പോൾ CSFൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഗ്ലൂക്കോസ് ആണ്. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഗ്ലൂക്കോസ് വൈറലിൽ നോർമൽ ആയിരിക്കും. ബാക്ടീരിയ എപ്പോഴും ഗ്ലൂക്കോസ് തിന്നോളയെ. പിന്നെ സെൽസിനെ വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നോർമലി ലെസ് ദാൻ 5 സെൽസേ CSFൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 0 to 5 സെൽസേ CSFൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ബാക്ടീരിയയിലാകുമ്പോഴേ ന്യൂട്രോഫിൽസ് കൂടും. വൈറൽ ആണെങ്കിൽ ലിംഫോസൈറ്റ് കൂടും. ട്യൂബർക്കുലിനാണെങ്കിൽ രണ്ടും കൂടെ കൂടി പ്ലിയോസൈറ്റോസിസ് എന്നുള്ള ടേം ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് ക്ലിയർ അല്ലേ? CSF ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ല വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം. അടുത്തത് ലംബാർ പങ്ക്ചർ ആണ്. അപ്പം ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ CSF കിട്ടാൻ വല്ല വഴിയുണ്ടോ? അപ്പം നമുക്ക് ഈ ലംബാർ പങ്ക്ചർ എന്ന് വെച്ചാൽ ഈ CSF ഈ ലംബാർ ഏരിയ ഫുള്ളും ഇങ്ങനെ CSF ഉണ്ട്. മെനിഞ്ചസിൽ CSF ഉണ്ട്. അപ്പം നമുക്ക് കിട്ടാൻ ഈ ലംബാർ പങ്ക്ചർ വഴി CSF കിട്ടാന്നുള്ള വഴി, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റേൺസിൽ കുറേ ഓട്ടകളുണ്ട്. സിസ്റ്റേൺസ് എന്ന് പറഞ്ഞിട്ട് തലയിൽ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നീഡിൽ വെച്ച് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ നല്ലത് ലംബാർ പങ്ക്ചർ ചെയ്യുന്നതാണ്. അപ്പം ലംബാർ പങ്ക്ചർ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രാക്രേനിയൽ ടെൻഷൻ കൂടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ലംബാർ പങ്ക്ചർ ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഈ മെഡുല ഒബ്ലോങ്കേറ്റം ഒക്കെ ഇല്ലേ, പെട്ടെന്നൊരു പ്രഷർ നമ്മൾ സിറിഞ്ച് വെച്ച് വലിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പ്രഷർ താഴുമ്പോഴേക്ക് ഈ സാധനങ്ങളൊക്കെ ഹെർണിയേറ്റ് ചെയ്ത് താഴോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഒരിക്കലും റേസ്ഡ് ഇൻട്രാക്രേനിയൽ ടെൻഷനിൽ ഒരിക്കലും നമ്മൾ ലംബാർ പങ്ക്ചർ നമ്മൾ അഡ്വൈസ് ചെയ്യില്ല. പിന്നെ നമ്മളിനി സൈറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് അനാട്ടമിയിലും ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ലംബാർ പങ്ക്ചറിന്റെ നീഡിൽ നമ്മൾ എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഇപ്പൊ L1 എത്തുമ്പോഴത്തേക്ക് സ്പൈനൽ കോഡ് ഇവിടെ നിൽക്കും. L1 എത്തിക്കഴിഞ്ഞാൽ സ്പൈനൽ കോഡ് അവിടെ സ്റ്റോപ്പ് ആയാൽ പിന്നെ അങ്ങോട്ടേക്കുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഇതാ ഫുള്ളി ഈ CSF ഫ്ലൂയിഡാ. അപ്പൊ നമുക്ക് സ്പൈനൽ കോഡിന് ഇഞ്ചുറി സംഭവിക്കാണ്ട് ഇത് കിട്ടുക വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? L3 L4 ലെവലിലാണ് നമ്മൾ ഈ CSF കിട്ടാൻ വേണ്ടിയിട്ട് ലംബാർ പങ്ക്ചർ ചെയ്യുന്നത്. L3 L4 L1 ഇത് നിൽക്കും, സ്പൈനൽ കോഡ് എൻഡ് ചെയ്യും. L3 L4 ലെവലിലാണ് നമ്മൾ CSF കിട്ടാൻ വേണ്ടിയിട്ട് ലംബാർ പങ്ക്ചർ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് KVK ടെക്സ്റ്റിലുള്ളതാണ്. ഇങ്ങനത്തെ വേർഡുള്ള ടെസ്റ്റുകളില്ലേ, അതൊക്കെ വെറുതെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിലാണ് എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചാൽ മതിയേ. അപ്പം നമ്മൾ ഈ സാധനം
ക്വിക്ക് ആൻഡ് സ്റ്റെൻസ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുള്ള ഈ ടെസ്റ്റ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഈ സ്പൈനൽ സിനോസിസ് വല്ലതും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പൈനൽ അരക്കിനോട് സ്പേസസിൽ വല്ല ട്യൂമേഴ്സോ എന്തെങ്കിലും വന്നിട്ട് ഒബ്സ്ട്രക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റാണ് ഈ സാധനം, ക്വിക്ക് ആൻഡ് സ്റ്റെൻസ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എന്തെന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ജുഗുലാർ വെയിനില്ലേ, ഈ ജുഗുലാർ വെയിനിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ ജുഗുലാർ വെയിനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നോർമലി ജുഗുലാർ വെയിനെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് CSFന്റെ പ്രഷറും ടെൻഷനും ഒക്കെ റേസ് ചെയ്യാൻ തുടങ്ങും. ഈ ജുഗുലാർ വെയിന് റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ ഫോൾ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ സാധനം നോർമലി സംഭവിക്കുന്ന, പക്ഷെ എവിടെയെങ്കിലും സിനോസിസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രഷർ സെയിം ആയിട്ട് നിൽക്കും, അത് കൂടുകയില്ല കുറയുകയില്ല. ഇതാണ് ഈ കൂടുകയില്ല, സെയിം പ്രഷർ തന്നെ നിൽക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ക്വിക്ക് ആൻഡ് സ്റ്റെൻസ് ടെസ്റ്റ് എന്ന് വെച്ച് വിളിക്കുന്നത്. അപ്പൊ ഇതൊന്ന് എന്താണെന്നൊന്ന് ഓർത്തു വെച്ചാൽ മതി. സ്പൈനൽ അരക്കിനോട് സ്പേസസിലുള്ള ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ക്വിക്ക് ആൻഡ് സ്റ്റെൻസ് ടെസ്റ്റ്. പിന്നെ നമ്മൾ ഒരിക്കലും റേസ് ഇൻട്രാക്രൈനിയൽ ടെൻഷനിൽ റിസ്ക് ആണ് ലംബാർ പങ്ക്ചർ ചെയ്യുന്നത്. ഇതിങ്ങനെ അസേഷൻ റീസണിങ് ഒക്കെ ചോദിക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ്, അതുകൊണ്ട് ഇട്ടെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് CSFും നമ്മളെ ലംബാർ പങ്ക്ചറും. ഇനി അടുത്തത് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെനിജൈറ്റിസ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവേ, മെനിജിസം. അപ്പോൾ മെനിജിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെനിജൈറ്റിസ് വരുന്ന കണ്ടീഷൻസിൽ, മെനിജൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ്. അപ്പോൾ അതിൽ ഹെഡ് ഏക്ക് ഡെവലപ്പ് ചെയ്യുക, ഫോട്ടോഫോബിയ ഉണ്ടാവുക, സ്റ്റിഫ്നെസ് ഓഫ് ദ നെക്ക്. നമ്മൾ എപ്പോഴും സ്റ്റിഫ്നെസ് ഓഫ് ദ നെക്ക് നമ്മൾ എപ്പോഴും പറയും, ഫോട്ടോഫോബിയ ഡെവലപ്പ് ചെയ്യുക, ഹെഡ് ഏക്ക് വരാം, എലോങ് വിത്ത് സൈൻ ഓഫ് മെനിഞ്ചൽ ഇറിറ്റേഷൻ. ഈ കർണിങ് സൈന്, ബ്രുഡൻസ്കി സൈൻസ്, ഇതൊക്കെ ഈ മെനിജൈറ്റിസിൽ വരുന്ന സിംറ്റംസ് ആണ്. അപ്പോൾ മെനിജൈറ്റിസിന്റെ ട്രയാഡാണ് ഹെഡ് ഏക്ക്, നെക്ക് സ്റ്റിഫ്നെസ്, ഫീവർ. ഈ മൂന്നെണ്ണാണ് മെനിഞ്ചൈറ്റിസിന്റെ ട്രയാഡ്. അതിൽ നമ്മൾ മെനിഞ്ചൈറ്റിസിന്റെ ഇത് നോക്കുവാണെങ്കിൽ, നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്ന സൈൻസ് നോക്കുവാണെങ്കിൽ കർണിങ് സൈൻസും ഉണ്ട്, ബ്രുഡൻസ്കി സൈൻസും ഉണ്ട്. ഈ കർണിങ് സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നമ്മളിങ്ങനെ നീ 90 ഡിഗ്രിയിൽ വെക്കാം, എന്നിട്ട് നമ്മൾ ഈ കാലെന്ത് ചെയ്യും, നീ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പം നീ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴേക്ക് ഇവർ സിവിയർ ആയിട്ട് മെനിഞ്ചൽ ഇറിറ്റേഷൻ വരും. മെനിഞ്ചൽ ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്ക് ഇവരെ ഹാംസ്ട്രിങ് മസിൽസ് അല്ലേ, ഈ ഹാംസ്ട്രിങ് മസിൽസിന് സിവിയർ, എവിടെയാണ് പെയിന് വരുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം ഹാംസ്ട്രിങ് മസിൽസിനാണ് പെയിന് വരുന്നത്. അപ്പോൾ മെനിഞ്ചൽ ഇറിറ്റേഷൻ്റെ സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർണിക് സൈൻ ആണ്. കർണിക് സൈൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് അപ്രൈറ്റ് ആയിട്ട് കിടക്കാം, എന്നിട്ട് നീ ഫ്ലെക്സ് ചെയ്തിട്ട്, നീ ഫ്ലെക്സ്ഡ് പോർഷനിലാണ് ഫസ്റ്റ് ഉണ്ടാവുക, എന്നിട്ട് അതിനെ 90 ഡിഗ്രി അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഹിപ്പും നീയും ഫ്ലെക്സ് ചെയ്ത് വെച്ച പോസ്റ്ററിന് നീ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴേക്ക് സിവിയർ ആയിട്ട് പെയിൻ ഇൻ്റെ ഹാംസ്ട്രിങ് മസിൽസിൽ സിവിയർ പെയിൻ ഉണ്ടാവും. അതാണ് കർണിങ് സൈൻസ്. ഇനി ബ്രുഡൻസ്കി സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്ക് സ്റ്റിഫ്നെസ് കോമൺ ആണ്. അപ്പം നെക്ക് സ്റ്റിഫ്നെസ് മെനിഞ്ചൈറ്റിസിൽ കോമൺ ആയിട്ടുള്ള സൈനാണ്. അപ്പം എന്ത് ചെയ്യും, പേഷ്യൻറ്റിൻ്റെ നമ്മൾ നെക്ക് സ്റ്റിഫ്നെസ് നമ്മൾ നോക്കുമ്പോഴേക്ക് പേഷ്യൻ്റ് എന്ത് ചെയ്യും, കാലങ്ങ് നീയും നീയും ഹിപ്പും ഫ്ലെക്സ് ചെയ്യും. ആ സൈനാണ് ബ്രുഡൻസ്കീസ് ലെഗ് സൈൻ. അപ്പോൾ രണ്ട് സൈൻസ് ഉണ്ട്, കർണിങ് സൈൻ, നെക്ക് സ്റ്റിഫ്നെസ് നോക്കുന്നതുണ്ട്, പിന്നെ കർണിങ് സൈൻ ഉണ്ട്, ബ്രുഡൻസ്കി സൈൻസ് ഉണ്ട്. ബ്രുഡൻസ്കി സൈനിൻ്റെ പിക്ചർ ഇതാ, നെക്ക് സ്റ്റിഫ്നെസ് നോക്കുമ്പോഴേക്കും കാലങ്ങ് ഫ്ലെക്സ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ ഇത് ബ്രുഡൻസ്കി നെക്ക് സൈൻ, ബ്രുഡൻസ്കി ലെഗ് സൈൻ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു കാല് നമ്മളിങ്ങനെ ഫ്ലെക്സ് ചെയ്യാൻ തുടങ്ങും, മറ്റേ കാലും അതേപോലെ തന്നെ വലിക്കുന്നത്, അതാണ് ബ്രുഡൻസ്കി ലെഗ് സൈൻ. ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ കർണിങ് സൈൻ, നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ട്, കർണിങ് സൈൻ ഉണ്ട്, ബ്രുഡൻസ്കീസ് നെക്ക് സൈൻ ഉണ്ട്. ഇത്രയും സൈൻസ് ആണ് നമ്മൾ മെനിഞ്ചൽ ഇറിറ്റേഷൻസിൽ കാണുന്നത്. പിന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്ന, പാത്തോളജിയിൽ പഠിക്കുന്ന ഫൾമിനന്റ് മെനിഞ്ചോകോക്സീമിയ വരുമ്പോഴത്തേക്ക് മാക്കുല പാപ്പുല റാഷസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. പെർപ്യൂറിക് ആയിട്ടുള്ള റാഷസ് എവിടെയൊക്കെ, ആക്സില്ല, ഫ്ലാങ്സ്, റിസ്റ്റ്, ബട്ടക്സ്, ഈ ഏരിയകളിലൊക്കെ ഇങ്ങനെ റാഷസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഫൾമിനന്റ് മെനിഞ്ചോകോക്സീമിയനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഹൗസ് ഫെഡറേഷൻ സിൻഡ്രോം. അപ്പം ഇത്രയാണ് നമ്മൾ CSF ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഉള്ളത്. അതിൽ എന്താണ് CSF, അതിന്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്, നോർമൽ കോമ്പോസിഷൻ എങ്ങനെയാണ്, അതിന്റെ ഓരോരോ കണ്ടീഷൻ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, പിന്നെ ലംബാർ പങ്ക്ചർ നമ്മൾ എവിടെയാണ് പങ്ക്ചർ ചെയ്യുന്നത്, അതിന്റെ കിങ്കിൾസ്റ്റീൻസ് ടെസ്റ്റ്, പിന്നെ മെനിഞ്ചിസം, മെനിജൈറ്റിസിലുള്ള സൈൻസ്,
ഇത്രയും സാധനങ്ങൾ വാട്ടർ ഹൗസ് ഫെഡറേഷൻ ഇതൊക്കെ നിങ്ങൾ പാത്തോളജിയിൽ പഠിക്കുന്നതാണ്. ഞാൻ ഒന്നും കൂടെ റിവിഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യട്ടെ. ഓക്കെ. ഓക്കെ ഡോക്ടർ. ഇനി ഇനി അടുത്തത് നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്. അപ്പോൾ ഈ പേര് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്. നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ CSFലുള്ള പ്രഷർ റേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് എപ്പോഴെങ്കിലുമൊക്കെ റേസ് ചെയ്യുന്നുള്ളൂ. ഇന്റർമീഡിയൻ്റ് ആയിട്ടുള്ള റൈസ് ഓഫ് CSF പ്രഷർ പെർട്ടിക്കുലർലി നൈറ്റിൽ കാണുന്നതിനെയാണ് നമ്മൾ നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്. ഇതിനൊരു ട്രയാഡ് ഉണ്ട്. ഈ ട്രയാഡാണ് ഓർത്ത് വെക്കേണ്ടത്. അതിനൊരു ഗേറ്റ് അപ്രാക്സിയ, ഗേറ്റ് എപ്പോഴും ഇവർക്കും എന്ന് വെച്ചാൽ ഒരു മാഗ്നറ്റ് പോലെ എപ്പോഴും ഇങ്ങനെ ഫീറ്റ് ഇങ്ങനെ ഗ്ലൂ ചെയ്ത പോലത്തെ ഗേറ്റ് ആണ് ഈ നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസിൽ ഉണ്ടാകുന്നത്. യൂറിനറി ഇൻകോണ്ടിനൻസ് ഡെവലപ്പ് ചെയ്യുക, ഡിമെൻഷ്യ ഉണ്ടാവുക. ഈ മൂന്ന് സാധനങ്ങളുള്ള സാധനമാണ് നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്. നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസിന്റെ ട്രയാഡാണ്. യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവും, ഡിമെൻഷ്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും, ഗേറ്റ് അപ്രാക്സിയ. ഇതിലെ വരെ ഗേറ്റിന് ഒരു പേരുണ്ട്, മാഗ്നറ്റിക് ഗേറ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത പോലെ, ഗ്ലൂ ചെയ്ത പോലെയാണ് ഇവരെ ഗേറ്റ് ഉണ്ടാവുക. നമ്മളെ ഇതിൽ നിന്ന് കിട്ടൂല, കാല് ഇതിൽ നിന്ന് കിട്ടൂല, നമ്മളെ നടക്കുന്ന സ്ഥലത്ത് നിന്ന് കിട്ടൂല. ഫീറ്റ് ഗ്ലൂ ഇൻ ദ ഫ്ലോറിൽ ഇങ്ങനെ ഗ്ലൂ ചെയ്ത പോലെ, അല്ലെ മാഗ്നറ്റ് പോലത്തെ ഗേറ്റ് ആണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അതാണ് നോർമൽ പ്രഷർ. ഇതിൽ ഇമ്പോർട്ടന്റ് ഈ സാധനം മാത്രമേ ഉള്ളൂ, ഈ ട്രയാഡ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെ ഇത് റിവേഴ്സിബിൾ കോസസ് ഓഫ് ഡിമെൻഷ്യ ആണ്. നമുക്ക് ഡിമെൻഷ്യയെ കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഡിമെൻഷ്യ, റിവേഴ്സിബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ ആണ് നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്. ഇത് ഷണ്ട് ഇട്ട് കൊടുക്കും നമ്മൾ. ഇപ്പൊ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി അധികം പ്രഷർ ഒന്നും ഇല്ല, പക്ഷെ ഷണ്ട് ഇട്ടിട്ട് VT ഷണ്ട് ഇടുകയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസിൽ ഈ ട്രയാഡാണ് ഓർത്ത് വെക്കേണ്ടത്. ഇതിന്റെ ഗേറ്റിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ ഡിമെൻഷ്യ റിവേഴ്സിബിൾ ഡിമെൻഷ്യ ആണ്. നമ്മൾ B12 ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോൾ ഡിമെൻഷ്യ വരില്ലേ, അപ്പൊ അതൊരു റിവേഴ്സിബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ ആണ്. നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസിൽ വരുന്ന ഡിമെൻഷ്യ റിവേഴ്സിബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ ആണ്. അപ്പൊ ഇതിന്റെ ന്യൂറോ ഇമേജിംഗിൽ വെൻട്രിക്കിൾസ്, കാരണം ഹൈഡ്രോസെഫാലസ് അല്ലേ, അപ്പൊ വെൻട്രിക്കിൾസിൽ ലാറ്ററൽ വെൻട്രിക്കിളിൽ ചെറുങ്ങനെ എൻലാർജ്മെന്റ് ഉണ്ടാവും, പക്ഷെ അട്രോഫി ഒന്നും വരില്ല. ലിറ്റിൽ ഓർ നോ കോർട്ടിക്കൽ അട്രോഫി ഒന്നും വരില്ല. പക്ഷെ ഇവർക്ക് ഡിമെൻഷ്യ എന്നിട്ടും വന്നിട്ടുണ്ട്. ഇതിൽ നോക്കുമ്പോൾ CSFൽ നോക്കുമ്പോൾ പ്രോട്ടീൻ, ഷുഗർ, സെൽ കൗണ്ട് ഒക്കെ നോർമൽ ആയിരിക്കും. അപ്പൊ ഈ പോയിന്റേ ഉള്ളൂ നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസിൽ ഈ ട്രയാഡും. പിന്നെ ഇതിൽ എല്ലാ സാധനങ്ങളും നോർമൽ ആയിരിക്കും. പ്രോട്ടീൻ, ഷുഗർ, സെൽ കൗണ്ട് ഒക്കെ നോർമൽ ആയിരിക്കും. ഹൈഡ്രോസെഫാലസ് ആയതുകൊണ്ട് ഈ ലാറ്ററൽ വെൻട്രിക്കിൾസിൽ എൻലാർജ്മെന്റ് ഉണ്ടാവും, പക്ഷെ അട്രോഫി ഒക്കെ ചെറുതായിട്ടേ അട്രോഫി ഉണ്ടാവുന്നുള്ളൂ. ഇനി നമുക്ക് ഡിമെൻഷ്യ പഠിക്കാം. അപ്പൊ ഡിമെൻഷ്യ എന്താ? ഡിമെൻഷ്യ പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും മറവി എന്നുള്ള വേർഡ് യൂസ് ചെയ്യാണ്ട് കുറച്ചും കൂടെ ഇതായിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ കോഗ്നേറ്റീവ്, നമ്മൾ ഇന്റലക്ച്വൽ ഫംഗ്ഷനിലൊരു പ്രശ്നം വരുന്നതിനാണ് നമ്മൾ ഡിമെൻഷ്യ പറയുമ്പോഴത്തേക്കും. കോഗ്നേറ്റീവ് ഇന്റലക്ച്വൽ ഫംഗ്ഷൻസിൽ നമ്മൾ ഡെയിലി വർക്ക് ഒന്നും നോർമലായിട്ട് നമ്മൾ ഡെയിലി വർക്ക്സ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഡിമെൻഷ്യ പറയുന്നത്. അപ്പൊ ഈ ഡിമെൻഷ്യയിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ടൈപ്സ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ ഡിമെൻഷ്യയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പൊ ഡിമെൻഷ്യ പറയുമ്പോൾ കോർട്ടിക്കൽ ഡിമെൻഷ്യ ഉണ്ട്, സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ ഉണ്ട്, മിക്സഡ് ഡിമെൻഷ്യ ഉണ്ട്. ഈ കോർട്ടിക്കൽ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് തന്നെ കിട്ടൂലേ, കോർട്ടക്സിലാണ് പ്രശ്നം, സെറിബ്രൽ കോർട്ടക്സിലാണ് പ്രശ്നം വന്നേക്കുന്നത്. സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണെങ്കിൽ എവിടെയാ പ്രശ്നം വന്നേക്കുന്നത്? സബ് കോർട്ടിക്കൽ എന്ന് വെച്ചാൽ ബേസൽ ഗാംഗ്ലിയ, തലാമസ്, നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും പ്രശ്നം വന്നിട്ടുണ്ട്. മിക്സഡ് ഡിമെൻഷ്യ ആണ്, രണ്ടിലും വരാം. അപ്പൊ ഡിമെൻഷ്യ ടൈപ്സ് ഉണ്ട്, കോർട്ടിക്കൽ ഡിമെൻഷ്യ ഉണ്ട്, സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ ഉണ്ട്, മിക്സഡ് ഡിമെൻഷ്യ ഉണ്ട്. ഈ കോർട്ടിക്കൽ ഡിമെൻഷ്യ പറയുമ്പോൾ സെറിബ്രൽ കോർട്ടക്സിനാണ് പ്രശ്നം വരുന്നത്. സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണെങ്കിൽ ഈ ബേസൽ ഗാംഗ്ലിയ, തലാമസ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പ്രശ്നം വരുന്നത്. മിക്സഡ് ഡിമെൻഷ്യ ഉണ്ട്. ഈ കോർട്ടിക്കൽ ഡിമെൻഷ്യ പറയുമ്പോഴത്തേക്കും നമ്മൾ അൽഷൈമേഴ്സ് പഠിക്കുന്നില്ല, അൽഷൈമേഴ്സ് ഡിസീസിൽ എങ്ങനെയാ കോർട്ടിക്കൽ ഡിമെൻഷ്യ, അതെന്തായാലും സെറിബ്രൽ അട്രോഫി അല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് കോർട്ടക്സിലാണ് അഫക്ഷൻ. അപ്പൊ അതിൽ അൽഷൈമേഴ്സ് ഡിസീസ് കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണ്. പിക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഫ്രോണ്ടോ ടെമ്പറൽ, ഫ്രോണ്ടൽ ടെമ്പറലൊക്കെ എവിടെയുള്ളത്? നമ്മൾ കോർട്ടക്സ്, സെറിബ്രൽ കോർട്ടക്സിലല്ലേ ഉള്ളത്. അപ്പൊ പിക്സ് ഡിസീസസ്, CJD, ക്രൂസ്വെൽ ജാക്കബ്സ് ഡിസീസ് എന്ന് വെച്ചാൽ നമ്മൾ മാഡ് കൗ ഡിസീസ്, പ്രിയോൺസ് ഡിസീസ്, കുറു, അതൊക്കെ വരുന്നത് ഒരു അസുഖമാണ് ഈ CJD. അപ്പൊ ഈ 3 അസുഖങ്ങളും കോർട്ടിക്കൽ ഡിമെൻഷ്യയിൽ വരുന്നതാണ്.
ഇനി സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യ. ഇപ്പൊ പാർക്കിൻസൺ ഡിസീസ് നമുക്കറിയാം. നമുക്ക് എവിടെയാ ബേസൽ ഗാംഗ്ലിയയിലൊക്കെയാണ് പ്രശ്നം വരുന്നത്. സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലൊക്കെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ സബ് കോർട്ടിക്കൽ ഡിമെൻഷ്യയിലാണ് ഈ പാർക്കിൻസൺ ഡിസീസ് വരുന്നത്. ഹണ്ടിങ്സൺ ഡിസീസ്, ഈ PD, HD ഈ സാധനങ്ങളൊക്കെ ഇതിലാണ്. പാർക്കിൻസൺ ഡിസീസ്, ഹണ്ടിങ്സൺ ഡിസീസ്, പ്രോഗ്രസീവ് സുപ്രാനു ഇതൊക്കെ നമ്മൾ പഠിക്കുക. പ്രോഗ്രസീവ് സുപ്രാന്യൂക്ലിയർ പാൽസി, HIV റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ സബ് കോർട്ടിക്കൽ ആയിട്ടാണ് കാണുന്നത്. ഇനി മിക്സഡ് ഡിമെൻഷ്യ ആണ് വാസ്കുലാർ ഡിമെൻഷ്യ, ലെവി ബോഡി ഡിമെൻഷ്യ, ഇങ്ങനത്തതൊക്കെ മിക്സഡ് ആയിട്ടുള്ളതിലാണ് കാണുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് കോർട്ടിക്കലും സബ് കോർട്ടിക്കലും ഏതൊക്കെ വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ കോർട്ടിക്കലിലാണ് അൾസൈമേഴ്സ് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ സെറിബ്രൽ അട്രോഫി ഓർത്ത് വെച്ചാൽ മതി, അപ്പോൾ കിട്ടും. സബ് കോർട്ടിക്കൽ പിന്നെ എന്തായാലും കിട്ടും. ബേസൽ ഗാംഗ്ലിയയിലാണ് അഫക്ഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും പാർക്കിൻസൺ ഡിസീസ്, അതിൻ്റെ കൂടെ തന്നെ ഹണ്ടിങ്സൺ ഡിസീസ്, ഈ സാധനങ്ങളൊക്കെ അതിലാണ് വരിക. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതിയേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അൾസൈമേഴ്സ് ഡിസീസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ അൾസൈമേഴ്സ് ഡിസീസ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഡിമെൻഷ്യ, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിമെൻഷ്യ ആണ് അൾസൈമേഴ്സ് ഡിസീസ്. കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അതൊരു കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണ്. മോസ്റ്റ് കോമൺ ഡിമെൻഷ്യ ഇൻ എൽഡർലി ആണ്. അഫക്റ്റ് ചെയ്യുന്നത് ടെമ്പറോ പരേറ്റൽ കോർട്ടക്സിലാണ് പ്രശ്നം വരുന്നത്. ടെമ്പറോ പരേറ്റൽ കോർട്ടക്സിലാണ് പ്രശ്നം വരുന്നത്. ഇതിൽ എന്താ ഉണ്ടാവുന്നത്? സബ്റ്റിലായിട്ടാണ്. നമ്മൾ മെമ്മറി ലോസ് സ്ലോലി ആയിട്ട്, നമ്മൾ തന്മാത്ര ഫിലിമൊക്കെ കണ്ടില്ലേ, സ്ലോലി ആയിട്ടാണ് ഇവർക്ക് ഡിമെൻഷ്യ ഡെവലപ്പ് ചെയ്യുന്നത്. സ്ലോലി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഡിമെൻഷ്യ ആണ് ഉണ്ടാവുന്നത്. ഇറിവേഴ്സിബിൾ ആണ്, ഡീജനറേറ്റ്. നമ്മളൊരു റിവേഴ്സിബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ പറഞ്ഞില്ല, അത് ഏതായിരുന്നു? റിവേഴ്സിബിൾ കോസ് ഓഫ് ഡിമെൻഷ്യ ഏതായിരുന്നു? normal pressure Non-hydrocephalus. ഗുഡ്. B12 നോർമൽ പ്രഷർ ഹൈഡ്രോസെഫാലസ്. ഇത് ഇറിവേഴ്സിബിൾ ആണ്, ഡീജനറേറ്റീവ് ആണ് അൽസൈമേഴ്സിൽ. അപ്പൊ ഇവർക്ക് അൺഅവെയർ ഓഫ് ദെയർ പ്രോബ്ലം, അനസോഗോഗ്നേസ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ വേർഡ്സ് ഇല്ലേ, അത് ഏതോ എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അനസോഗോഗ്നേസിയ, അവരെ പ്രോബ്ലത്തിന് തന്നെ അൺഅവെയർ ആണ്, അവർക്ക് അറിയില്ല അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ അനസോഗോഗ്നേസിയ ഇതിലുള്ളൊരു ഫീച്ചറാണ്. ഇത് പ്രോഗ്രസീവ് ആണ്, ഇറിവേഴ്സിബിൾ ആണ്, ഡീജനറേറ്റീവ് ആണ്, മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡിമെൻഷ്യ ആണ്. എന്ത് ടൈപ്പ് ഓഫ് ഡിമെൻഷ്യ ആണ്? കോർട്ടിക്കൽ ഡിമെൻഷ്യ ആണ് ഇവർക്കുള്ളത്. എൽഡർലിയിലാണ് ഡിമെൻഷ്യ, എൽഡർലിയിൽ കാണുന്നതാണ്. ടെമ്പറോ പരേറ്റൽ കോർട്ടക്സിലാണ് പ്രശ്നം വരുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇത് അസെഷൻ റീസണിങ്ങിന് ഇട്ടതാണ്. ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് ഡിക്രീസിംഗ് റിസ്ക് ഓഫ് അൽസൈമേഴ്സ് ഡിസീസ്. പോസ്റ്റ് മെനോപോസിൽ ഈസ്ട്രോജൻ യൂസ് ചെയ്യുന്നവർക്ക്, പോസ്റ്റ് മെനോപോസിൽ ആകുമ്പോൾ ഈസ്ട്രോജൻ കുറയും. അപ്പൊ ഈ ഈസ്ട്രോജൻ യൂസ് ചെയ്യുന്നവർക്ക് അൽസൈമേഴ്സ് വരാനുള്ള സാധ്യത കുറവാണ്. NSAIDs യൂസ്, ഇപ്പൊ ഒരു സെന്റൻസ് തരാണ്, NSAIDs യൂസസ് ഇൻക്രീസസ് റിസ്ക് ഓഫ് അൽസൈമേഴ്സ് ഡിസീസ്. അപ്പൊ തെറ്റാ. NSAIDs യൂസ് ചെയ്യുന്നവരിൽ അൽസൈമേഴ്സ് ഡിസീസ് കുറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നില്ലേ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ഇട്ടത് കേട്ടോ. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ, പോസ്റ്റ് മെനോപോസിൽ ഈസ്ട്രോജൻ യൂസ് ചെയ്യുന്നവർക്ക്, NSAIDs യൂസ് ചെയ്യുന്നവർക്ക് ഡിക്രീസിങ് റിസ്ക് ഓഫ് അൽസൈമേഴ്സ് ആണ് ഉള്ളത് എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ എന്താണ് ബ്രെയിനിന് സംഭവിക്കുന്നത്? ബ്രെയിൻ എന്ത് ചെയ്യും? അട്രോഫി ചെയ്യും. മെയിൻലി എവിടെയാണ്? കോർട്ടിക്കൽ ഡിമെൻഷ്യയല്ലേ ഇതിനുള്ളത്. അപ്പൊ അട്രോഫി ചെയ്ത് ഇനി ഇതിൽ ഹിസ്റ്റോപാത്തോളജിക്കലി കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ഇതിൽ എന്ത് ചെയ്യും? ഈ അൽസൈമേഴ്സിൽ കുറേ സാധനങ്ങൾ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഈ അമൈലോയിഡില്ലേ, നമ്മൾ അമൈലോയിഡോസിസ് പാത്തോളജി പഠിക്കുന്നില്ലേ, ഈ അമൈലോയിഡും കുറേ പ്രോട്ടീൻ ഒക്കെ പോയിട്ട് ഈ സെർവൽ കോർട്ടക്സിലും കുറേ സ്ഥലത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അതിൽ ഹിസ്റ്റോപാത്തോളജിക്കലി ഈ ബീറ്റ അമൈലോയിഡ് പോയി ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പ്ലേഗ് ഉണ്ടാക്കും. സെനൈൽ അല്ലെങ്കിൽ ന്യൂറോട്ടിക് പ്ലേഗ് ഉണ്ടാക്കിയോ, അല്ലെങ്കിൽ ബ്ലഡ് വെസലിലാണെങ്കിൽ അമൈലോയിഡ് ആൻജിയോപ്പതി ഉണ്ടാക്കും. അപ്പൊ ഈ അമൈലോയിഡ് പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇനി ഹൈപ്പർ ഫോസ്ഫോറിലേറ്റഡ് ടോപ്പ് പ്രോട്ടീന് ഈ ന്യൂറോഫൈബ്രിലറി ടാങ്കിൾസ് ഉണ്ടാക്കും. ഈ ചിത്രം കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. ഈ ചിത്രം കണ്ടോ? ഇത് നോർമലി ഉള്ള ന്യൂറോൺ ആണ്. ഇത് കണ്ടോ? ഈ അൽസൈമേഴ്സ് ബാധിച്ച ന്യൂറോൺസ് ആണ് ഇത്. ഇതിൽ കണ്ടോ ന്യൂറോഫിബ്രിലറി ടാങ്കിൾസ് കണ്ടോ? ഈ സെല്ലിന്റെ ഉള്ളിൽ കണ്ടോ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന കുറെ സാധനം കണ്ടോ? ടാങ്കിൾ ചെയ്ത് കിടക്കുന്ന സാധനം കണ്ടോ? ഇതാണ് ന്യൂറോഫിബ്രിലറി ടാങ്കിൾസ്. അപ്പൊ ഇതെന്താ? ഇൻട്രാ സെല്ലുലാർ ആയിട്ടാണ് ഇത് കാണുന്നത്. പക്ഷെ അമൈലോയിഡ് പ്ലേഗ് കണ്ടോ? സെല്ലിന്റെ പുറത്താണുള്ളത്. അപ്പൊ എക്സ്ട്രാ സെല്ലുലർ ബീറ്റ അമൈലോയിഡ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അത് പക്ഷെ എക്സ്ട്രാ സെല്ലുലർ ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ന്യൂറോഫിബ്രിലറി ടാങ്കിൾസ് സീനിന് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടാണ് കാണുന്നത്. തെറ്റാ. കാരണം ന്യൂറോഫിബ്രിലറി ടാങ്കിൾസ് സെല്ലിന്റെ ഉള്ളിലാണ് ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്നത്. അമൈലോയിഡ് പ്ലേഗ് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടാണ് കാണുന്നത്.
പിന്നെ കുറേ പ്രോട്ടീൻസ്. അപ്പോൾ ഇത് കണ്ടോ, ബീറ്റ അമൈലോയ്ഡ് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടാണ് കാണുന്നത്. ബീറ്റ അമൈലോയ്ഡ് എക്സ്ട്രാ സെല്ലുലാർ ആയിട്ട് കാണുന്നത്. അതിൽ സെനൈൽ അല്ലെങ്കിൽ ന്യൂറോട്ടിക് പ്ലേഗ് കാണുന്നുണ്ടാവും. ഹൈപ്പർ ഫോസ്ഫോറിലേറ്റഡ് ടോപ്പ് പ്രോട്ടീൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പ് പ്രോട്ടീൻ ഇല്ലേ, ഈ ഏത് പ്രോട്ടീൻ ആണ് ഇതിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ന്യൂറോ ഫിബ്രില്ലറി ടാങ്കിൾസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറേ പ്രോട്ടീൻസുകൾ ഇതിൽ ഡെപ്പോസിഷൻ വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ബീറ്റ അമൈലോയിഡ് ആണ്, A4 പ്രോട്ടീൻ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ പ്രീ സെനലിൻ 1, ആൽഫ 1 ആൻറ്റി ക്രൈമോട്രിപ്സിൻസ്, പിന്നെ ഒന്നുള്ളത് അപ്പോലിപ്പോ പ്രോട്ടീൻ ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോലിപ്പോ പ്രോട്ടീൻ ഈ അപ്പോലിപ്പോ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ക്രോമസോം 19ലുള്ള ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ നമുക്ക് മാർക്കർ ഓഫ് അൽഷൈമേഴ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം അത് അതർ ഡിമെൻഷ്യയിൽ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ പ്രോട്ടീൻ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാതെ അൽഷൈമേഴ്സ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ പ്രോട്ടീൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ന്യൂറോ ഫിബ്രില്ലറി ടാങ്കിൾസും ടോപ്പ് പ്രോട്ടീനും ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതിലുള്ളത് 4 എകളാണ് ഈ അൽഷൈമേഴ്സിലുള്ളത്. ഫസ്റ്റത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംനേഷ്യ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഓർമ്മിക്കാൻ പറ്റില്ല, റിമെമ്പർ ചെയ്യാൻ പറ്റില്ല. അപ്രാക്സിയ, നമ്മളെ ആക്ടിവിറ്റീസ്, നമുക്ക് ടാസ്ക് ആക്ടിവിറ്റീസ് ഒന്നും, ഇപ്പോൾ ബട്ടണിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അഗ്നോസിയ, നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അഫേഷ്യ എന്താ, നമ്മളെ ലാംഗ്വേജ് പറ്റുന്നില്ല. അപ്പോൾ ഈ 4 എകളും ഈ അൽഷൈമേഴ്സിൽ കാണുന്നതാണ്. അംനേഷ്യ, അപ്രാക്സിയ, അഗ്നോസിയ, അഫേഷ്യ. ഇനി ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് തരുവാണെങ്കിൽ പിന്നെ അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കേ. ഇനിയുള്ളതാണ് ഫെഡ്രിക്സൺസ് അറ്റാക്സിയ. ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്. അതൊരു ഇങ്ങനെ ചോദിക്കാം, മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഇൻഹെറിറ്റൻ്റ് അറ്റാക്സിയ പറയുമ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് കിട്ടാത്തതാണ് അറ്റാക്സിയ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇൻഹെറിറ്റൻ്റ് ഫോം ഓഫ് അറ്റാക്സിയ ചോദിക്കുകയാണെങ്കിൽ ഫെഡ്രിക്സൺ അറ്റാക്സിയ ആണ്. അത് ഓട്ടോസോമൽ റെസിസീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ക്രോമസോം 13ലാണ്. നമ്മൾ ഇത് പറഞ്ഞപ്പോൾ അൽഷൈമേഴ്സ് പറഞ്ഞപ്പോൾ അപ്പോ E4 ഏതിലായിരുന്നു ഉണ്ടായത്, ഏത് ക്രോമസോമിലായിരുന്നു ഉണ്ടായത്, ഓർമ്മയുണ്ടോ? 19. ഈ ക്രോമസോം നമ്പർ ഒക്കെ ഓർത്ത് വെച്ചേക്കാം. ഇതിൽ ചോദിച്ചില്ല, പാത്തോളജിയിലെങ്കിലും ചോദിക്കും കേട്ടോ. അപ്പൊ ഇതിൽ ഫെഡ്രിക്ഷൻ അറ്റാക്സിയയിൽ ക്രോമസോം 13ലാണുള്ളത്. ഇത് ഫ്രട്ടാക്സിൻ എന്നിട്ടുള്ള ജീനിലാണ് മ്യൂട്ടേഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഏജ് നമ്മളിപ്പോൾ ട്രൈജെമിനിലൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 15 ഇയേഴ്സ് ഓഫ് ഏജിന് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതേപോലെ ഈ ഏജും കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അസേഷൻ റീസണിങ്ങിൽ മാത്രം കേട്ടോ. ഓൺസെറ്റ് ബിറ്റ്വീൻ 2 to 25 ഇയേഴ്സിലാണ് കാണുന്നത്. സ്ലോലി പ്രോഗ്രസീവ് ആയിട്ട് അറ്റാക്സി വരും. അത് തന്നെ സെർബെല്ലാർ അറ്റാക്സിക് ഫീച്ചേഴ്സ് ആണ് കാണുന്നത്. ഇതില് ഡീപ് ടെൻഡൻ റിഫ്ലക്സസ്, നമ്മൾ ഡീപ് ടെൻഡൻ റിഫ്ലക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നീജർക്ക് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഡീപ് ടെൻഡൻ റിഫ്ലക്സസ്. പക്ഷേങ്കിൽ സൂപ്പർഫിഷ്യൽ റിഫ്ലക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബിൻസ്കി സൈൻ ഒക്കെ ഇല്ലേ, നമ്മൾ എക്സ്റ്റൻസർ പ്ലാന്റർ റെസ്പോൺസ്, അതിന്റെ വേറെ പേരാണ് ബാബിൻസ്കി. അത് അതിൽ പോസിറ്റീവ് ആയിരിക്കും. ഇതില് ലോവർ ലിംബിൽ ഡീപ് ടെൻഡൻ റിഫ്ലക്സസ് ഒക്കെ പോകും കേട്ടോ ഈ ഫെഡ്രിക്സൺ അറ്റാക്സിയയിൽ. പിന്നെ അസോസിയേറ്റഡ് വിത്ത് ഈ കാർഡിയോമയോപ്പതി വരാം, ഡയബറ്റിസ്, സ്പൈൻ ഓർ ഫൂട്ട് ഡിഫോമിറ്റി. ഇത് എന്തിനായിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പൊ ഫെഡ്രിക്സൺ അറ്റാക്സി ഈസ് അസോസിയേറ്റഡ് വിത്ത് കാർഡിയോമയോപ്പതി, അത് ശരിയാ. അസോസിയേറ്റഡ് ഡയബറ്റിസ് ആയിട്ട് അസോസിയേഷൻ ഉണ്ട്, സ്പൈനല്ലേ ഫൂട്ട് ഡിഫോമിറ്റി ആയിട്ട് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ അറ്റാക്സിയ കുറെ ടൈപ്പ് ഉണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ഈ ഫെഡ്രിക്ഷൻ അറ്റാക്സിയയും കൂടെ നമുക്ക് ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഇൻഹെറിറ്റന്റ് അറ്റാക്സിയ ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓട്ടോസോമൽ റെസിസീവ് ആണ്, ക്രോമസോം 13ലാണ് ഉണ്ടാകുന്നത്. പിന്നെ ഏജ് 2 to 25 ഇയേഴ്സ് ഓഫ് ഏജസിലാണ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇന്ന് ഇത്രയും ടോപ്പിക് പോരെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഹലോ, ഓക്കെ ഡോക്ടറെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇന്നത്തെ ടോപ്പിക് റെഡി ആയോ നോക്കാം. എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഒരു 45-year old man presented with daily headache. He described 2 attacks per day. He
he described 2 attacks per day over the past 3 weeks. Each attack lasting about an hour or awaken the patient from the sleep. The patient has notice associated with tearing, reddening of his right eye, as well as nasal stiffness. The patient pain is deep, excruciating, limited to the right side of the head. The neurological examination is non-focal. The most likely diagnosis of the patient headache, migraine, cluster headache, tension headache, brain tumor. Cluster കിട്ടിയോ? headache. ക്ലസ്റ്റർ ഹെഡേക്ക് ആവാൻ നമുക്ക് എന്തൊക്കെ പോയിന്റ് ഇതിൽ നിന്ന് കിട്ടി? മെയിൽസിനെ എഫക്ട് ചെയ്യും. മെയിൽസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. 2 അറ്റാക്ക് ഓർ ഡേയിൽ കുറെ ടൈം വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെന്താ? റെഡ് ഐസ്, നേസൽ സ്റ്റിഫ്നെസ് പറഞ്ഞു. പിന്നെന്താ? റൈറ്റ് സൈഡ് ഓഫ് ദ ഒരു സൈഡിൽ യൂണിലാറ്ററൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഉറക്കത്ത് എണീറ്റു. സ്ലീപ്പ്. ഗുഡ്. അടുത്തത്, ക്ലസ്റ്റർ ഹെഡേക്ക് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾ എക്സെപ്റ്റ് predominantly female, unilateral headache, onset 20 to 15 years of life, associated with the conjunctival condition.